പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ജനുവരി 9-ാം തീയതി എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ സ്നേഹവന്ദനം. കർത്താവ് നിങ്ങളെ ഇന്നത്തെ ദിവസത്തെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ പ്രാർത്ഥന ആവശ്യങ്ങൾ പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശിക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പോവാം. കർത്താവേ, ഈ ഒരു പ്രാർത്ഥനാ സംവിധാനം തന്നതിന് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ മക്കളെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങ് ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെയൊക്കെ ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കൾ പോകുന്ന എല്ലാ ഇടങ്ങളെയും നീ ആശീർവദിക്കണമേ. കർത്താവെ, തിന്മയുടെ ശക്തികളെ ഞങ്ങളെ വശമതാക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അന്ന് അങ്ങയുടെ മക്കളുടെ മനസ്സിലെ ഉദ്യമങ്ങളെ, ലക്ഷ്യങ്ങളെ, ചിന്തകളെ, പദ്ധതികളെ എല്ലാം പ്രഭാതത്തിൽ അങ്ങയുടെ അങ്ങയുടെ പൊൻകൈകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങ് തന്നെ എല്ലാം വിവേചിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് ആവശ്യമായത് നന്മയായിട്ടുള്ള തിരഞ്ഞെടുത്ത് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടക്കമ്പോളങ്ങൾ നടത്തുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കടങ്ങൾ പരിഹരിക്കാനും അവർക്ക് ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹം ഒത്തുവരാത്തൊരു മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനുവേണ്ടി മരുന്ന് കഴിക്കുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹം ആലോചനയ്ക്ക് വേണ്ടി പോകുന്നവരെ ആരൊക്കെയാണ് പോകുന്ന കർത്താവ് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചിന്തകൾ, തമ്മിലുള്ള സംസാരങ്ങൾ, കരാറുകൾ എല്ലാം കർത്താവെ, അവിടെ ചുറ്റുവട്ടമുണ്ടാകുന്ന ചർച്ചവട്ടങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ കടന്നു പോകുന്ന വഴികളെ, സ്ഥാപനങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കോടതികളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. വക്കീൽമാരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. വക്കീൽമാരോട് ഇടപെടുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് ആവശ്യിക്കട്ടെ. മക്കൾ, സ്കൂള്, വിദ്യാഭ്യാസം, ജോലി, താമസം, പഠനം, പരീക്ഷ, എങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രായമുള്ള മക്കളെ, പ്രായമുള്ള മാതാപിതാക്കന്മാരെ,
അവരുടെ ജീവിത അവസ്ഥകൾ കർത്താവെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അർഹിക്കാത്ത തിന്മകൾ ജീവിതത്തിൽ അനുഭവിച്ച് സങ്കടപ്പെടുന്നവരെ ഞെരുക്കങ്ങളിൽ നിന്ന് മോചിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവെ, എല്ലാ തരത്തിലും പള്ളിയിൽ നിന്ന് അകന്നു പോയവർ, ദേവാലയത്തിൽ നിന്ന് അകന്നു പോയവർ, തിരുക്കുടുംബ കർത്താവെ, കുടുംബജീവിതത്തിൽ ആധ്യാത്മികതയിൽ നിന്ന് അകന്നു പോയവർ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിൽ പോയിരിക്കുന്നവർ, അവരനുഭവിക്കുന്ന മറ്റ് പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, അവരുടെ മക്കളെക്കുറിച്ചുള്ള ആദികൾ, വ്യാധികൾ, അസ്വസ്ഥ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മാതാപിതാക്കന്മാർ അല്പം പോലും മാനിക്കാത്ത രീതിയിൽ പെരുമാറുന്ന മക്കൾ, എന്തിനു വേണ്ടി ഇവരെ ജനിപ്പിച്ചു, എന്തിനു വേണ്ടി വളർത്തിയെന്ന് ഒരു പിടിയുമില്ലാത്ത രീതിയിൽ തലചുറ്റുന്ന പോലെ തോന്നുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഈശോയെ, എല്ലാവരുടെയും സാന്ത്വനത്തിനും കർത്താവ് എല്ലാവരുടെയും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയുള്ളവർക്ക് കർത്താവ് ആവശ്യമായ ശമ്പളം കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബാധ്യതകളും സാമ്പത്തിക നടപടികളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കർത്താവ് ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഭവനവും സ്ഥലവും ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാടക താമസിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ട് വാടക കൊടുക്കാൻ പോലും പണമില്ലാതെ ഒറ്റയ്ക്കും പാട്ടത്തിന് വേണ്ടി താമസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കുലച്ചു പോയവരുണ്ട്. കർത്താവ് ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിയിട്ട് പിന്നീട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റിയില്ല, അതിനുള്ള സാമ്പത്തികമില്ല, അതിനുള്ള പരിവമില്ല, അതിനെ സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ നിൽക്കുന്നവർ കർത്താവ് നിരാശപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്ന ഇടം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്ന വഴി അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഉദ്യമങ്ങൾ, ചിന്തകൾ, പദ്ധതികളെല്ലാം യേശുക്രിസ്തു നാമത്തിൽ പ്രഭാതത്തിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായി മാറ്റി സ്നേഹിപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടട്ടെ. ഓക്കെ മക്കളെ, നമ്മൾ തിരിച്ചു വരികയാണ്. അതായത് ജനുവരി 9 വ്യാഴാഴ്ച നമ്മളിന്ന് വായിക്കുന്ന വചനം, ചില വചനങ്ങൾക്കുണ്ടല്ലോ, അതായത് എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വചനം തുറന്നു നോക്കണം. പ്രത്യേകിച്ച് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ. അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വചനങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി വേണം തുറക്കാൻ. പക്ഷേ വിശ്വാസ പ്രമാണത്തിന് മുമ്പ് നമുക്കറിയാമല്ല, സുവിശേഷം കൊടുക്കാൻ നേരത്തും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ തുടങ്ങിയപ്പോഴും അതിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ്റെ പ്രബോധനം തുടങ്ങിയപ്പോഴും രണ്ടുപേരും അനുതാപത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ക്രിസ്തുകേന്ദ്രിതമായ എല്ലാ ആത്മീയ നടപടിക്രമങ്ങളും തുടങ്ങേണ്ടത് എനിക്ക് തോന്നുന്നത് മനസ്താപരണത്തോടെയാണെന്ന് തോന്നുന്നത്. മനസ്താപരണം ചൊല്ലിയിട്ട് വേണം പിന്നെ അടുത്ത് എന്ത് ചെയ്യണം, വിശ്വാസ പ്രമാണം ചെല്ലണം. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം വന്ന ഉടനെ വചനം എടുക്കണം. നിങ്ങൾ വചനം എടുക്കണ മുമ്പ് എന്ത് ചെയ്യണം, മനസ്താപരണം ചെല്ലണം. ആ മനസ്താപരണം ഒരു DTP ചെയ്തിട്ട് നിങ്ങളുടെ കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കണം. നിങ്ങൾക്ക് സ്വകാര്യമായി കാണുന്ന നിങ്ങളുടെ പഠന മുറിയിലോ അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലത്ത് ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാത്തിനും വലിയ സ്നേഹിക്കപ്പെട്ട യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തവനാണ്. ചിലപ്പോൾ പാപമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷെ ഉണ്ടായില്ലെങ്കിൽ നമുക്കറിയത്തില്ല. നമ്മുടെ ചിന്തകൾ കൊണ്ടൊക്കെ ചിലപ്പോൾ ഏതെല്ലാം മേഖലയിൽ പോകണമെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ മുൻകൂർ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ മനസ്താപരണം ചൊല്ലിക്കഴിഞ്ഞാണല്ലോ നമ്മളൊരു സെറ്റായി ശരിക്കും. പിന്നെ അങ്ങോട്ട് വിശ്വാസം പ്രഖ്യാപിച്ചാൽ മതി. എന്നിട്ട് വേണമെങ്കിൽ സ്വർഗസ്ഥനായ എന്ന് പറഞ്ഞവർക്ക് ചെല്ലാൻ. അതെല്ലാം നമുക്ക് ഭയങ്കര വരദാനങ്ങളുടെ പ്രാർത്ഥനകളാണ്. പക്ഷേ വരദാനങ്ങളുടെ പ്രാർത്ഥന അനുഭവിക്കാൻ യോഗ്യത വേണ്ടേ? പക്ഷെ ഇതിനെല്ലാത്തിനേക്കാളും വലുതാണ് ഇതെല്ലാം ചെയ്തിട്ട് വചനം എടുത്ത് നോക്കണം. എല്ലാ ദിവസവും വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളതിന്. എന്താണെന്നറിയാവോ? വചനം തരണ വചനം വിശ്വസിക്കുന്നു, പാലിക്കുന്നുവെന്ന് ദൈവത്തിന് ഉറപ്പ് കൊടുക്കണം. പല അണ്ണന്മാരും തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിക്കണ പോലെ കാക്കാലിനെ പോലെ വചനം എടുത്ത് വചനപ്പെട്ടിന്നൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നോക്കി ഇടിച്ചിട്ട് അവിടെ വെക്കും. അതായത് അങ്ങനെയുള്ളവർ എടുക്കാൻ പോരുത്, ദൈവത്തെ പരീക്ഷിക്കാൻ പോകരുത്. മറിച്ച് സമ്പൂർണ്ണ ബൈബിളാണ് എടുക്കേണ്ടത്. എടുത്തിട്ട് സമ്പൂർണ്ണ ബൈബിൾ വരുത്തിയിട്ട് വായിക്കണം. വായിക്കുമ്പോൾ വായിക്കുന്ന വചനം വിശ്വസിക്കണം. ഈ മാതാവിൻ്റെ ഏറ്റവും വലിയ വിജയം എന്താ നിങ്ങൾക്കറിയാവോ? അമ്മയോട് എന്തുകൊണ്ടാണ് ഈ വചനം പിന്നെയും കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കാരണം എന്താണ്? പരിശുദ്ധാത്മ പറഞ്ഞതാണ്. ലുക്ക 1:45 വായിച്ചേ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ കേട്ടാ? എന്താണ്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി.
മറിയത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ? കർത്താവിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ചു. അപ്പം നമ്മളിങ്ങനെ വചനമൊക്കെ പെട്ടിയൊക്കെ എടുക്കും, പക്ഷെ നമ്മളത് ചിലപ്പോൾ ഒക്കുമായിരിക്കും, ചിലപ്പോൾ ഒക്കത്തില്ല എന്ന്. അങ്ങനെയല്ല, ഫുൾ ആൻഡ് ഫുൾ അത് വിശ്വസിക്കണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വചനം എടുക്കുന്ന കർത്താവേ, അങ്ങയുടെ വചനം വിശ്വസിക്കാനും നടപ്പിൽ വരുത്താനും എന്നെ സഹായിക്കണമേ എന്ന്. ദൈവമായിട്ടുള്ളൊരു അമീക്കബിൾ ഇൻ്റർപേഴ്സണൽ റിലേഷനാണ്, ഒരു വ്യക്തിപരമായ ബന്ധമല്ലേ ആധ്യാത്മികത എന്ന് പറയുന്നത് തന്നെയല്ല. എന്താ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? പെട്ടെന്ന് നമ്മൾ വചനം പാലിക്കുമെന്നും മറിയത്തെപ്പോലെ ദൈവത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും. ഇപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായി. അത് ഞാൻ കാനഡയിലേക്ക് പോകുമ്പോൾ എനിക്ക് കാനഡയിൽ നിന്ന് വിസ കിട്ടി. പക്ഷേ എൻ്റെ കൂടെ വരേണ്ട വിജയകുമാറിന് വിസ കിട്ടിയില്ല. അപ്പോൾ പോകേണ്ട അവസാന ആഴ്ച വന്നു. അപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ എനിക്കെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒറ്റയ്ക്ക് പോയി അവിടെ പരിചയമില്ലാത്തത് കൊണ്ട്, അതുതന്നെ വിജയകുമാർ എൻ്റെ ഒരു റൈറ്റ് പാർട്ട്ണർ ആയതുകൊണ്ട് അദ്ദേഹം വരണമെന്ന് ആ മെസ്സേജിലുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് വിസ കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകണ്ടേ, അത് ഡ്രോപ്പാക്കി കളയാം എന്ന് ഞാനിങ്ങനെ അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലേ? കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പോകണ്ടേ, പോയാൽ ശരിയാകുമോ ഇല്ലേ, എന്ത് ചെയ്യും, ഈ വിസ കിട്ടുമോ ഇല്ലേ, അദ്ദേഹം വരുമോ, കൂടെ പോവുമോ, അതായത് ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ശരിയാകുമോ എന്നിങ്ങനെയൊക്കെ എല്ലാം കൺഫ്യൂഷൻ അടിച്ചു പോയി. അപ്പോൾ എൻ്റെ ഒരു പണ്ട് മുതൽ 1977 ഞാൻ ആദ്യമായിട്ട് വചനം തുറന്ന് ബൈബിള് മെസ്സേജ് ചോദിക്കണത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മെസ്സേജിലാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാനും ജീവിക്കണതും എൻ്റെ അടുത്ത് വരുന്നവർക്കും ഞാൻ മെസ്സേജ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എന്താ തെറ്റിപ്പോകാതിരിക്കാനുള്ള മാർഗ്ഗമെന്ന് പറയണത്, മെസ്സേജ് തെറ്റായിരിക്കാനുള്ള മാർഗ്ഗമെന്ന് പറയുന്നത് നമ്മൾ അതുകൊണ്ട് ജീവിക്കുമെന്ന് ദൈവത്തിന് തോന്നണം. അല്ലാതെ പരീക്ഷിക്കാൻ തൽക്കാല കാര്യസാധ്യത്തിന് വേണ്ടിയാണെന്ന് തോന്നരുത്. പിന്നെ പകുതി വിശ്വസിക്കും പകുതി വിശ്വസിക്കത്തില്ലെന്ന് തോന്നരുത്. അതുകൊണ്ട് അത് ഫുൾ ആൻഡ് ഫുൾ വിശ്വസിക്കുമെന്ന് മാതാവിനെ പോലെ ദൈവം തോന്നിയാൽ കൃത്യമായിട്ട് വചനത്തിലൂടെ സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ കൺഫ്യൂഷനാണ്. ഞാൻ പറഞ്ഞ് സാരമില്ല, കൺഫ്യൂഷൻ ഇപ്പോൾ തീരും. അപ്പോൾ എൻ്റെ കൂടെ ജോമോളുണ്ട്, അവരാണല്ലേ മീഡിയയുടെ സെക്രട്ടറിയും. അതുപോലെ തന്നെ എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടുള്ള കിൻഡനച്ചനുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞു, ഇപ്പം അമ്മ നിങ്ങളോട് മാതാവ് പരിശുദ്ധാത്മാവ് ഒക്കെ നമ്മളോട് സംസാരിക്കും. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു നമ്പർ പറ, ജോമോളുടെ നമ്പർ പറ, കിൻഡനച്ചൻ്റെ നമ്പർ പറ. എന്നിട്ട് ഞാനൊരു സുവിശേഷം അങ്ങനെ എടുത്തത്. അപ്പോൾ ഇവർ പറഞ്ഞ നമ്പർ, ഒരാൾ പറഞ്ഞത് 2 ആണ്, ഒരാൾ പറഞ്ഞത് 4 ആണ്. ഞാൻ തുറന്നപ്പോൾ കിട്ടിയത് ലൂക്കായുടെ സുവിശേഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 2:4 ഈശോ സംസാരിക്കണത്, നിങ്ങൾ എടുത്ത് നോക്കാൻ പറഞ്ഞു. അത് ആ വചനം ഒന്ന് വായിക്കാം, ഒന്ന് കേട്ട് വായിച്ചേ. ലൂക്കാ സുവിശേഷം 2:4. ജോസഫിന്റെ പേര് പറഞ്ഞിരിക്കുകയാണ്. ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടി പോയി. അപ്പൊ ഇത് അന്ന് നടന്നൊരു സംഭവമാണ്. ഇത് നമ്മുടെ കോണ്ടസ്റ്റിൽ ഞാൻ ഉടനെ പറഞ്ഞ് ഞാൻ പോകും, ഒറ്റക്കാണെങ്കിലും ഞാൻ പോകുമെന്ന് പറഞ്ഞു. എന്താ കാര്യം? അമ്മ കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് സംഭവം. അമ്മ കൃപാസന മാതാവാണ്, ഗർഭിണിയായ മാതാവാണ് കൃപാസന മാതാവ് എന്ന് പറയണത്. ഈശോയുടെ ഉള്ളിൽ അത് വാഗ്ദാന പേടകം എന്ന് പറയും. വാഗ്ദാന പേടകം ഈശോയെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ചിട്ടുള്ള അമ്മയാണ് വാഗ്ദാന പേടകം. അപ്പോൾ ഈ വാഗ്ദാന പേടകമായ അമ്മയാണ് ഉടമ്പടി മാതാവ്. അപ്പോൾ എന്നോട് എന്താ പറയണത്? ജോസഫേ നിൻ്റെ കൂടെ ഉടമ്പടി മാതാവ് കൂടെ ഉണ്ടാകും. അപ്പോൾ പിന്നെ എന്തെങ്കിലും പേടിക്കേണ്ടത്? ഏത് വിമാനത്താവളത്തിലും ഏത് കമ്പ്യൂട്ടറിലും ഉണ്ടാകും. അപ്പോൾ ഞാൻ പറയും തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയകുമാറിന് വിസ കിട്ടുമെന്ന്. അതാണ് എൻ്റെ ഇൻഫറൻസ്, അതാണല്ല ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ല. എനിക്ക് പോകാൻ അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സനുസരിച്ച് വിജയകുമാരൻ കൂടെ വരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ആണ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്, വളർത്തിയിരുന്ന അദ്ദേഹം നല്ല ധ്യാനഗുരുവായിട്ട് മാറിയത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എൻ്റെ സുവിശേഷ വേലകളിൽ ഈ റൈറ്റ് പാർട്ട്ണറായിട്ടുള്ളത് വിജയകുമാറും ജോമോളും ഒക്കെയാണ്. ഞാനാണ് ഈ ശുശ്രൂഷയിലേക്ക് വളർത്തിയെടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അത് കൃപാസനത്തിൻ്റെ ആധ്യാത്മികത അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് കൃപാസനത്തിൻ്റെ ആധ്യാത്മികത മരിയൻ ആധ്യാത്മികതയുടെ ഉടമ്പടി വേർഷനല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാനും
അതനുസരിച്ച് അടുത്ത വചനങ്ങളിലേക്ക് അവർക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിക്കാൻ അവർക്ക് കഴിയും. അതത് ശുശ്രൂഷയുടെ ഒരു പങ്കാളിത്തമാണ്. നോക്കിയേ, ഈ വചനത്തിൻ്റെ പോക്ക് കണ്ടില്ലേ കൃത്യമായിട്ട്. പക്ഷേ ഞങ്ങൾ പോകുന്ന ദിവസം 9 മണിക്കാണ് വിസ റെഡിയായത്. അത്രയും നേരം ടെൻഷനാണ്. അത്രയും നേരം ടെൻഷനല്ല, അത്രയും നേരം പ്രാർത്ഥന. ടെൻഷൻ്റെ ടൈം എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാനുള്ള ഇടമെന്നാണ് അർത്ഥം. അല്ലാതെ ടെൻഷൻ അടിച്ച് ദൈവം നമ്മളൊന്നും കൊല്ലത്തില്ല. ടെൻഷൻ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കൂ, ഇത് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് എന്ന് നമ്മളോട് പരിശുദ്ധാത്മാവ് ടെൻഷനിലൂടെ പറഞ്ഞു. പക്ഷേ അതൊക്കെ വിവേചനപരം വേണം അറിയാൻ. അല്ല കിടന്ന് കൈ കാലിട്ട് അടിക്കുകയല്ലേ വേണ്ടത്. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ത്രില്ലടിക്കണ അടിപൊളി ജീവിതമാണ്. നിങ്ങൾക്കും അതുപോലുള്ള അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു വചനം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് സങ്കീർത്തനം 94:19. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ 94:19 എന്താ പറയുക? എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലത വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷഭരിതനാക്കുന്നു. ഇതിനോട് ബന്ധപ്പെട്ട വചനമാണ് ഐസയ 50:4 പറയണത്. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്. ഐസയ 50:4 എന്താണ്? പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. അതായത് ഈ വാക്ക് നമ്മളെ അഭ്യസിപ്പിക്കുകയാണ് ദൈവം. എങ്ങനെ? ശിഷ്യനെ എന്ന പോലെയാണ് അഭ്യസിപ്പിക്കണേ. അപ്പം അത് മറന്നു പോകരുത്. അപ്പം നിന്നെ ഒരു വിശ്വാസിയുടെ നിലവാരത്തിൽ നിന്ന് ശിഷ്യൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് ടെൻഷൻ ഉണ്ടാകേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? താങ്ക് യു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ആവേ മരിയ. എൻ്റെ പേര് ഷേർലി ജോർജ്. ഞാൻ കോതമംഗലിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടവക ചേലാട് ബസനിയ വലിയപള്ളി യാക്കോവായ വലിയപള്ളിയാണ്. ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായി അറിയുന്നത് 2018 എൻ്റെ ഒരു വിദ്യാർത്ഥിനിയിൽ നിന്നാണ് അറിയുന്നത്. ഞാനൊരു +2 അധ്യാപികയായിരുന്നു. ഈ 2021 മാർച്ച് 31 ഞാൻ റിട്ടയർ ചെയ്തു. എൻ്റെ കാലിൽ ഒരു വേരിക്കോസിൻ്റെ മുറിവുണ്ടാകുമായിരുന്നു. 7 വർഷമായിട്ട് തുടർച്ചയായിട്ട് മുറിവുണ്ടാകും. അത് ഉണങ്ങും, പിന്നെയും പൊട്ടും, പിന്നെയും ഉണങ്ങും. ഇങ്ങനെ 10 മാസം 1 വർഷം കൊണ്ടൊക്കെയാണ് ഉണങ്ങി തുടങ്ങിയത്. അവസാനമായപ്പോൾ അത് 2.5 വർഷമായിട്ട് ഉണങ്ങാൻ ബുദ്ധിമുട്ടായിട്ട് വന്നു. അപ്പോൾ 2018 ഞാൻ 1 വർഷം മുഴുവനും കുട്ടികളെ ലാബിൽ കൊണ്ടിരുത്തിയിട്ട് ഞാനും ഇരുന്ന് ക്ലാസ് എടുക്കേണ്ടതായിട്ട് വന്നു. ഞാൻ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപിക, എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു അങ്ങനെ ഇരുന്ന് ക്ലാസ് എടുക്കാൻ. അപ്പോൾ എൻ്റെ വേദനയും ബുദ്ധിമുട്ടും കണ്ടിട്ട് കുട്ടികൾ ചെന്ന് പേരൻസിനോട് പറയുമായിരുന്നു ടീച്ചറിന് വയ്യാതിരിക്കുവാന്ന്. അങ്ങനെ ഒത്തിരി പേര് ഓരോ മരുന്നുകളൊക്കെ വിളിച്ച് പറയുമായിരുന്നു പേരൻസ്. ആ കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥിനിയുടെ അമ്മ ഈ കൃപാസനത്തിൻ്റെ പത്രം കൊടുത്തു വിട്ടു. ഇത് ടീച്ചറിനെ കൊടുത്ത് അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറയും, സുഖമാകുമെന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ആ പത്രം വാങ്ങിച്ച് എൻ്റെ മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഞാനത് വായിക്കാൻ തോന്നിയില്ല എന്ന് പറയുന്നതാണ് എൻ്റെ ശരി. ഞാൻ വായിച്ചില്ല. ഞാൻ 2 ആഴ്ച ഞാൻ മോൾ വന്ന് എന്നോട് ചോദിച്ചു, ടീച്ചർ കൃപാസനത്തിൽ പോയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല മോളെ ഞാൻ പോയില്ല. എനിക്ക് പോകണമെന്ന് തോന്നിയില്ല. കാരണം ഞാൻ ജപമാലയൊക്കെ ചൊല്ലുന്നുണ്ട്, ഞാൻ വിശ്വാസ ജീവിതത്തിലാണ്, ഞാൻ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ മാസവും. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു. പിന്നെ ടീച്ചറിന് അങ്ങനെ പ്രത്യേകിച്ച് അവിടെ നിന്ന് പോകണം തോന്നിയില്ല, അതുകൊണ്ട് പോയില്ല മോളെ. അത് പറഞ്ഞാൽ ശരി, ഓക്കെ ടീച്ചർ പറഞ്ഞു. ആ കൊച്ചങ്ങോട്ട് പോയി ആ പത്രം അവിടെ തന്നെ വെച്ചിരുന്നു. എന്നിട്ട് എൻ്റെ കാല് വല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുമായിരുന്നു. 2018 കഴിഞ്ഞ് 19 ആയപ്പോഴും കാല് ഉണങ്ങുന്നില്ല. കാല് വലിയ മുറിവട്ടം വെച്ച് ഒരു പപ്പടത്തിൻ്റെ വട്ടം ഒരു വലുപ്പത്തിലേക്കായി മാറി. മുറിവ് ഒരു 1.5 സെൻറ്റിമീറ്റർ ആഴമുള്ള മുറിവുമായി മാറി. വേരിക്കോസ് അൾസറിൻ്റെ പെയിൻ എന്ന് വെച്ചാൽ അതിഭയങ്കരമായ വേദനയാണ്. നമുക്ക് രാത്രിയും പകൽ ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് മാത്രമല്ല ഹസ്ബൻഡിനും മോൾക്കും ഒന്നും ഉറങ്ങാൻ പറ്റാത്ത വേദനയാണ്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ 2019 വാല്യുവേഷന് മുമ്പ് എൻ്റെ കാറിൽ പോകുന്ന ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, വേറെ +2 അധ്യാപികയാണ് എന്നോട് പറഞ്ഞു, ടീച്ചറുടെ കൃപാസനത്തിൽ പോയി കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ കാല് ഉണങ്ങും. എനിക്ക് അവിടെ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിക്കുകയും ടീച്ചർ കുറേ സാക്ഷ്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പത്രം തന്നപ്പോൾ എനിക്ക് പോകണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലേക്ക് വരും. അന്ന് മുതൽ ഞാൻ ആ പത്രത്തിൽ നോക്കി വെച്ചിട്ട് ടീച്ചർ അന്ന് പത്രം വെച്ചിട്ട് ഞാൻ മാതാവി ഞാൻ അവിടെ വരാനുള്ളതാണെങ്കിൽ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടോ 2020 ജനുവരി ആയപ്പോഴേക്കും എനിക്ക് ഇവിടെ വരാനുള്ള വല്ലാത്ത ആഗ്രഹമായി. ഞാൻ 2020 അവസാനമായപ്പോൾ ഞങ്ങൾ മണ്ണർകാടും പരിമല ഒക്കെ പോയി വന്ന വഴിയിൽ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നു. ഞാൻ നോമ്പ് നോക്കിയാണ് വന്നത്. കുംസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ചു. ഇവിടെ വന്നപ്പം 4:30 മണിയായതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്ന് പ്രേക്ഷിതർ പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൽ ബുക്കിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ട് പോയി. ഞാൻ ആവശ്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് പോയി. എന്നിട്ട് ഞാൻ എന്നിട്ട് വീട്ടിൽ നിന്നിട്ട് എനിക്ക് എത്രയും വേഗം അമ്മയുടെ പ്രാവശ്യം അമ്മ എനിക്ക് ഓരോ ജപമാല ചൊല്ലി കാഴ്ചവെക്കി എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വരാൻ പറ്റണം, എനിക്ക് എൻ്റെ കാല് ഇവിടെ നിന്ന് സുഖപ്പെടുന്ന ഞാൻ വിശ്വസിക്കാമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം. ഞാൻ തനിയാണ് പിന്നെ വന്നത്. പിറ്റേ ആഴ്ചയിൽ 2020 ഫെബ്രുവരി 2-ാം തീയതി ഞായറാഴ്ച ഞാനിവിടെ തനിയെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. ഞാൻ അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് ഞാൻ
ദിവസം വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ബ്രദറിനോട് ഞാൻ ചോദിച്ചു, കൃപാസനത്തിൽ പോരുന്നുണ്ടോ, ഞാനിങ്ങനെ ആളും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, അപ്പോൾ ഞാൻ പോരുന്നുണ്ട്, ഞാനിങ്ങനെ പോകുന്നുണ്ട്, എനിക്ക് അവിടെ നിന്ന് ഒരു ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര നല്ല പോസിറ്റീവ് അല്ലാത്തൊരു ഉത്തരം എന്നോട് കിട്ടുകയും എന്നെ കളിയാക്കും വഴക്കും അറിയിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ കിടക്കുന്നതുകൊണ്ടായിരിക്കും ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷേ ഇവരൊക്കെ പറയുന്നത് എങ്ങനെയാണിത് ശരിയാകുമെന്ന് പറഞ്ഞാൽ ശരിയാണെന്നൊക്കെ ഒരു എൻ്റെ ഉള്ളിൽ നമ്മൾ യുക്തിപരമായി ചിന്തിക്കുന്ന പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തോ അതുകൊണ്ടൊക്കെ തോന്നിയിട്ടായിരിക്കാം ഞായറാഴ്ച ഉടമ്പടി എടുത്ത് പോയി ബുധനാഴ്ചയായപ്പോൾ ഞാൻ എൻ്റെ മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു, നൈറ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട് സ്കൂളിൽ വൈകുന്നേരം കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വരുന്ന വഴി ഒരു മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡിലോട്ട് എൻ്റെ കാറ് കയറി കഴിഞ്ഞപ്പം എന്ന് വരുന്ന വഴിയാണെങ്കിൽ പോലും ഒരു 90 ഡിഗ്രിയിലോ ഉള്ളൊരു വളവാണ്. അവിടെ വന്ന് ഞാൻ 2 പ്രാവശ്യം ഓണടിച്ചിട്ടും മറുപടിയൊന്നും ഓണടി കേൾക്കാത്തപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ വണ്ടികൾ വരുന്നില്ല എന്ന് വിചാരിച്ച് സ്പീഡിൽ തന്നെ വണ്ടിയെ വളവ് തിരിഞ്ഞപ്പം തൊട്ട് മുമ്പിൽ സ്കൂൾ ബസ്സാണ് വന്നത്. പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ഞാൻ ബ്രേക്ക് ചവിട്ടിയപ്പോൾ ബ്രേക്ക് തെന്നിപ്പോവുകയും കാല് തെന്നിപ്പോവുകയും ബ്രേക്ക് ചവിട്ടാൻ പറ്റാതിരിക്കുകയും പെട്ടെന്ന് ഇടത്തോട്ട് സ്റ്റിയറിങ് ശക്തിയായിട്ട് തിരിച്ചപ്പോൾ കാറ് വളരെ സ്പീഡിൽ തന്നെ ചെന്ന് ശക്തമായിട്ടൊരു മതിലിലേക്ക് ഇടിച്ച് വളരെ ശബ്ദമായിരുന്നു ഇടിച്ച് നിന്നു. അപ്പോൾ ഞാൻ പേടിച്ചു പോയി വല്ലാതെ. പെട്ടെന്ന് എല്ലാവരും പരിസരവാസിലൊക്കെ ഓടി വന്ന് നോക്കിയപ്പോൾ എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഇറങ്ങി നോക്കി എൻ്റെ കാർ തകർന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല തൊട്ട് മുമ്പിലൊരു 1/2 മീറ്റർ മാത്രം മുമ്പിലൊരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, അവിടെ പോലും ഇടിക്കാതെ കൃത്യമായിട്ട് മതിലെ കൊണ്ടുപോയി വണ്ടി ഇടിച്ച് നിർത്തുകയാണ് ചെയ്തത്. എൻ്റെ വണ്ടിയുടെ ഇടതുവശത്തെ ഫ്രണ്ടിലെ വീൽ കപ്പ് മാത്രമേ പൊട്ടിപ്പോയുള്ളൂ, അത്രയും ശബ്ദം ഉണ്ടായിട്ടും. അപ്പോൾ ഞാൻ അന്നേരം മുതൽ എൻ്റെ മനസ്സിൽ തോന്നി ഇത് എൻ്റെ അമ്മയുടെ സംരക്ഷണമാണല്ലോ. അപ്പോൾ എനിക്ക് വിശ്വാസം വരാൻ തുടങ്ങി. ഉടമ്പടി എടുക്കുന്നവർക്ക് മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടാകുന്ന അച്ഛൻ എപ്പോഴും പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് തോന്നി ഇത് അമ്മയുടെ സംരക്ഷണമാണെന്ന് തോന്നി. അങ്ങനെ എന്നും ഓർത്തുകൊണ്ട് കിടക്കും. അങ്ങനെ കിടന്നത് ഉറപ്പാക്കാൻ വേണ്ടിയായിരിക്കാം ആ സംഭവം നടന്നതിൻ്റെ 4ാം ദിവസം രാത്രിയിൽ ഞാൻ ഈ പരിസ്ഥിതി അൾത്താര സ്വപ്നം കണ്ടു. പരിസ്ഥിതി അമ്മ ഇവിടെ നിൽക്കുന്നു, തൊട്ടടുത്ത് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ഈ ആൾത്താര ഞാൻ സ്വപ്നം കാണുകയാണ്. വേഗം തന്നെ എണീറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ ഞാൻ വിശ്വസിക്കുവാണ്, അമ്മ എന്നെ സംരക്ഷിച്ചാണെന്ന് വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ 3ാം ദിവസം വീണ്ടും ഞാൻ സ്വപ്നം കണ്ടു. ഈ അവിടെ നമ്മൾ ഉടമ്പടി കൊണ്ട് വയ്ക്കുന്ന ആ ഒരു ആൾത്താരയിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കുന്ന ഈ ചാപ്പിലെയാണ് ഞാൻ കാണുന്നത്. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ എടുത്ത ഉടമ്പടി സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മാതാവിനെ വേദനിപ്പിച്ചു എന്നൊരു തോന്നൽ എനിക്ക് വന്നു. ഇത് സത്യമായൊരു കാര്യം തന്നെയാണ് ഇത് എന്നുള്ളൊരു ഉറപ്പ് എൻ്റെ മനസ്സിലേക്ക് വരികയും ചെയ്തു. അതിനുശേഷം ഞാൻ എല്ലാവരോടും ധൈര്യമായിട്ട് തന്നെ പറയാൻ ഒരു ഉറപ്പ് എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് അതിനുശേഷം ഉടനെ തന്നെ സംഭവിച്ചു എൻ്റെ കാര്യങ്ങളും നിയോഗങ്ങളും ഒന്നുമല്ല ആദ്യം നടന്നത്. ഞാനിവിടെ എഴുതിയിട്ടിട്ട് പോയ കാര്യങ്ങളാണ് ആദ്യമേ സംഭവിച്ചത്. വേറെ ആളുകൾക്ക് വേണ്ടിയാണ് എഴുതിയിട്ട് പോയത്. എൻ്റെ ബ്രദറിൻ്റെ മകന് റെയിൽവേയിൽ സെലക്ഷൻ ആയിരിക്കുകയായിരുന്നു, പക്ഷേ പോസ്റ്റിംഗ് നടക്കാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി പിറ്റേ ആഴ്ച തന്നെ മോന് പോസ്റ്റിംഗ് നടക്കുകയും നടന്നു. അന്ന് നടന്നില്ല എങ്കിൽ പിറ്റേ മാസം ലോക്ക്ഡൗൺ ആവുകയും പിന്നെയുള്ള എല്ലാം ക്യാൻസൽ ചെയ്യുകയും ചെയ്തു, കിട്ടാതെ വന്നതിനായിരുന്നു. അപ്പോൾ അത് കിട്ടിയെന്നുള്ളതാണ് ആദ്യത്തെ ഒരു വിശ്വാസം. ആദ്യമേ തന്നെ എനിക്ക് തന്നൊരു വിശ്വാസത്തിൻ്റെ ഒരു ലക്ഷണം അതായിരുന്നു. രണ്ടാമത്തത് എൻ്റെ ഒരു കസിൻ ബ്രദറിന് പിള്ളേരുണ്ടാകാതിരിക്കുകയായിരുന്നു. അവർക്ക് ഞാൻ ഈ ഉടമ്പടി തൈലം കൊടുത്തിരുന്നു. അവളോട് വയറിൽ കുരിശിട്ട് വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞിരുന്നു. അവരോട് ഈ ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുടിക്കണമെന്നും പറഞ്ഞു, ഭക്ഷണത്തിൽ ചേർത്ത് കുടിക്കാനും പറഞ്ഞിരുന്നു. എന്തായാലും മാർച്ച് മാസം തന്നെ, ഫെബ്രുവരി എഴുതിയിട്ട് പോയി മാർച്ച് മാസം തന്നെ ഗർഭിണിയാവുകയും ജനുവരിയിൽ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. അത്ര മറ്റുള്ളവർക്ക് വേണ്ടി എഴുതിയിട്ട് പോയ കാര്യങ്ങൾ പെട്ടെന്ന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം വർദ്ധിച്ചു. പിന്നെ സംഭവിച്ചതെന്താ വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് എല്ലാ കാലുവേദന കിടക്കുമ്പോഴൊക്കെ എപ്പോഴും അച്ഛൻ്റെ പ്രസംഗങ്ങൾ, പഴയ പ്രസംഗങ്ങളെല്ലാം കേൾക്കും. എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതലൊരു എന്താ വെച്ചാൽ ഞാൻ എന്ത് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് അതിനൊരു ഉത്തരം കിട്ടണം, എനിക്ക് ദൈവം വചനത്തിലൂടെ ഉത്തരം കിട്ടണം ആഗ്രഹിച്ച ആ പ്രസംഗം കേട്ടാൽ അപ്പം തന്നെ അതിന് മറുപടി അച്ഛൻ്റെ പ്രസംഗം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം അപ്പം തന്നെ അച്ഛനോട് പറയുന്നുണ്ടാകും. അങ്ങനെ എനിക്ക് മാത്രമല്ല പലർക്കും അത് തോന്നിയിട്ടുള്ള, പലരോട് സംസാരിക്കുമ്പോൾ അവർ പറയും ശരിയാണ് ജോസഫ് അച്ഛൻ്റെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ. ഏറ്റവും എനിക്കത് ആ പ്രസംഗം ഇഷ്ടപ്പെടാനുള്ള കാരണം വെച്ചാൽ വേറെ ഒരു കഥകളും പറയാതെ വചനം മാത്രം പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രസംഗിക്കുന്ന പ്രസംഗം അത് കേട്ടുകൊണ്ട് ഒരു നിമിഷം പോലും നമുക്ക് അത് കേൾക്കാതിരിക്കാൻ ഓഫാക്കാൻ പറ്റില്ല. അതുപോലൊരു പ്രസംഗമാണ്. ഞാൻ ഇപ്പോഴും കറിക്കരിയുമ്പോഴും അടുക്കള പണി ചെയ്യുമ്പോൾ ഞാൻ ടീച്ചറായിട്ട് എപ്പോഴും തിരക്കുണ്ടല്ലോ, അടുക്കള പണി ചെയ്യുമ്പോഴൊക്കെ ജെല്ലയ്ക്ക് കൊണ്ട് വെച്ചിട്ട് രാവിലെ കൊണ്ട് കേൾക്കുവാണ്, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. അവസാനം ദിവികാരണം ആശീർവാദം വരുമ്പോൾ ഞാൻ വർക്ക് ഏരിയ ആണെങ്കിലും അടുക്കളയല്ല അവിടെ മുട്ടുകുത്തും. ഞാൻ അപ്പോൾ തന്നെ മുട്ടുകുത്തിയിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡെ കണ്ടിട്ട് പലപ്പോഴും ഞാൻ മുട്ടുകുത്തി ഞാനവിടെ കൊമ്പിടും. അങ്ങനെ ഞാൻ എപ്പോഴും ഈ പ്രസംഗം കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ പറയുകയാണ്, പഴയ പ്രസംഗമായിരുന്നു, അത് ലൈവ് അല്ലായിരുന്നു, എന്നിട്ട് പോലും അച്ഛൻ പറയുകയാണ് ഒരു കുട്ടിയുടെ കയ്യിൽ വിയർത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, പരീക്ഷ പേപ്പർ നനഞ്ഞു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, ആ കൊച്ചിൻ്റെ കൈക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് ദൈവം കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൾക്കും ഇതേ ഇത് തന്നെ ഉണ്ടായിരുന്നു. മോൾ എപ്പോഴും പറയും അമ്മ എൻ്റെ കൈ ഇങ്ങനെ പരീക്ഷ പേപ്പറൊക്കെ ഇങ്ങനെ നനഞ്ഞു പോവുകയാണല്ലോ, എന്താ ചെയ്യാമെന്ന് എപ്പോഴും പറയും എന്നോട്. അപ്പോൾ ഞാൻ അമ്മ മാതാവ് എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടല്ലോ, അതൊന്ന് സുഖപ്പെടുത്തിക്കൊണ്ട് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകാണല്ലോ അമ്മയെന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്തായാലും 3 ദിവസം കഴിഞ്ഞ് ആ മോളോട് ചോദിച്ചു മോളെ കയ്യിൽ ഇപ്പോൾ എങ്ങനെ ഇടുന്നു ചോദിച്ചു. പറഞ്ഞു അമ്മ എൻ്റെ കയ്യിലെ
വയർപ്പ് ഇപ്പം മാറിയില്ലോമേ, ഇപ്പം പൂർണ്ണമായിട്ടത് മാറിയില്ലോമേ എന്ന് പറയുകയാണ്. അതാണ് എൻ്റെ വീട്ടിലേക്ക് ലഭിച്ച ആദ്യത്തെ അനുഗ്രഹമായിട്ട് എനിക്ക് വിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന ഏറ്റവും വലിയ അനുഗ്രഹമായത്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി എൻ്റെ വീടിനടുത്ത് സ്ട്രോക്ക് വന്നൊരു ചേട്ടൻ ഹിന്ദു ആയിരുന്നു. റബ്ബർ കിട്ടാൻ പോകുന്ന ചേട്ടനാണ്, തളർന്ന് കിടക്കുമായിരുന്നു. ഞാൻ ഇവിടുന്ന് പോയി ചെന്ന് കഴിഞ്ഞിട്ട് കൃപാസനം പത്രവുമായിട്ട് ചെന്ന് ഇടയ്ക്കിടയ്ക്കെല്ലാം ആ ചേട്ടൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ആ ചേട്ടനോട് പത്രം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഒരിക്കലും ഇനി എണീച്ച് നടക്കില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞ ചേട്ടനാണ്. പക്ഷേ ആ ചേട്ടൻ എണീറ്റ് നടക്കുകയും ഇപ്പോൾ ചേട്ടൻ ജോലിക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഒരു അക്രൈസ്തവനായൊരു ആളാണ്. അവരുടെ വിശ്വാസം കൊണ്ടല്ല നമ്മൾ മാതാവ് കൊടുക്കും എന്നുള്ള വിശ്വാസം കൂടി അവരോട് പറഞ്ഞു, നിങ്ങൾ പത്രം വെച്ച് പ്രാർത്ഥിക്കും, മാതാവ് തരുമെന്ന് പറഞ്ഞു. അവർ വിശ്വസിച്ചു. വേറൊന്ന്, ഒത്തിരി പേർക്ക് ഞാൻ ഭവനമില്ലാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് സഹപ്രവർത്തകർക്കൊക്കെ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവർ പറഞ്ഞിട്ട് ഭവനമില്ലാത്തതുകൊണ്ട് പ്രാർത്ഥിച്ചു. ഭവനം പണി നടന്ന് പൂർത്തിയാകാൻ പോകുന്നവരുണ്ട്. കല്യാണം നടക്കാത്തവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് കല്യാണം 2 പേർക്ക് നടന്നു. കുട്ടികളില്ലാത്തവർ കൊണ്ട് പ്രാർത്ഥിച്ചു. കുട്ടികളെല്ലാം മാതാവിൻ്റെ മുമ്പിൽ ഞാൻ സാക്ഷ്യം പറയണം. കാരണം മാതാവെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കൂടാതെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് 5 പ്രാവശ്യം IELTS എഴുതിയിട്ട് കിട്ടാതെ വന്നപ്പോൾ ടീച്ചർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, എനിക്ക് എബ്രോഡ് പോകാനാണെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സാക്ഷ്യം ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രാവശ്യം എഴുതിയപ്പോൾ തന്നെ കുട്ടിക്ക് ആവശ്യമായ സ്കോർ ലഭിക്കുകയും ആ കുട്ടിയുടെ ഓസ്ട്രേലിയക്കുള്ള എല്ലാ പേപ്പറുകളും ശരിയാവുകയും ഇപ്പോൾ ഉടനെ തന്നെ ആ കുട്ടി ഓസ്ട്രേലിയക്ക് പോവുകയും ചെയ്യും. പിന്നീട് ഉള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്, ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പോയി അന്ന് ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ DP കൃപാസന അമ്മയുടെ ഫോട്ടോ ഇട്ടിരിക്കുന്നതാണ്. ഇതുവരെ എനിക്കത് മാറ്റാൻ തോന്നിയിട്ടില്ല. എല്ലാവരും ഫോട്ടോ മാറ്റിയിടുമ്പോൾ ഞാനത് ആദ്യം 3 മാസത്തേക്ക് ഇടാമെന്ന് ഓർത്തിട്ടാണ് ഉടമ്പടി പുതുക്കുന്നതോടെ വരുത്തി. പക്ഷേ ഇന്ന് വരെ അത് മാറ്റേണ്ടി വന്നിട്ടില്ല, എനിക്ക് മാറ്റാൻ തോന്നിയിട്ടില്ല. അതാണ് എല്ലാവർക്കും അത് എൻ്റെ എടുക്കുമ്പോൾ തന്നെ ആ മാതാവിൻ്റെ ഒരു സാക്ഷ്യത്തിനായിട്ട് മാത്രമല്ല, പ്രേക്ഷിത വേലയായിട്ട് അവിടെ കിടക്കട്ടെ, എല്ലാവരും കാണട്ടെ, മാതാവിനെ അറിയട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. വേറൊന്ന് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, അതിനുശേഷം ഇന്ന് വരെയും എൻ്റെ FBയും മറ്റുള്ള എല്ലാം ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം ഞാൻ ടീച്ചറാണെങ്കിൽ പോലും ഇന്ന് വേറൊരു പോസ്റ്റ് നടത്താറില്ല. പൂർണ്ണമായിട്ടും കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളും ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനത് ഉപയോഗിക്കുന്നത്, വേറൊന്നിനും വേണ്ടി ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇനി എൻ്റെ നിയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. എനിക്ക് ഉടമ്പടി ഇത്രയും എല്ലാം എനിക്ക് അനുഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പോഴും എൻ്റെ ഉടമ്പടി നിയോഗങ്ങളൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മറ്റുള്ളവർക്കെല്ലാം പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളൊക്കെ ലഭിക്കുന്നത് പോലെ എൻ്റെ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളും നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാനിവിടെ ഗൂഗിൾ മീറ്റ് നടക്കുകയായിരുന്നു. ഗൂഗിൾ മീറ്റ് നടന്ന സമയത്ത് ഒക്ടോബർ 10-ാം തീയതി ഞാൻ വേദന കൊണ്ട് വല്ലാത്ത വിഷമാണ് എനിക്ക്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കൊരു സ്പെഷ്യൽ ലിങ്ക് കിട്ടാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തു. എൻ്റെ വേദന കൊണ്ട് വല്ലാണ്ട് വിഷമിച്ചപ്പോൾ ഞാനൊരു സ്പെഷ്യൽ ലിങ്കിന് വേണ്ടി ട്രൈ ചെയ്യുകയും എനിക്ക് സ്പെഷ്യൽ ലിങ്ക് കിട്ടുകയും ചെയ്തു. കാലിൻ്റെ വിഷമങ്ങൾ ഞാൻ പറഞ്ഞ അച്ഛനോട് ഗൂഗിൾ മീറ്റ് കൂടെ ഒക്ടോബർ 10-ാം തീയതി ഞാൻ പറഞ്ഞു. അപ്പോൾ ഒക്ടോബർ 10-ാം തീയതി പറഞ്ഞു കഴിഞ്ഞപ്പം എന്നോട് അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ കാലിൻ്റെ സുഖപ്പെടും, നിങ്ങൾക്ക് ഇവിടെ വന്ന് അൾത്താരയിൽ വന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആൾത്താരും സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ 2.5 വർഷമായിരുന്നു മുറിവ്. അന്നേരം സമയത്ത് ഒരു പപ്പട വട്ടത്തിലുള്ള മുറിവായി മാറി. വേരിക്കോസിൻ്റെ ചെറിയൊരു മുറിവ്, ഒരു കുഞ്ഞായിട്ട് പൊട്ടിയ മുറിവ് അത്രയും വട്ടമാവുകയും 1.5 സെൻറ്റിമീറ്റർ ആഴമുള്ള മുറിവാവുകയും ചെയ്തിരുന്നു. അതിഭയങ്കരമായ വേദനയായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങൾ കാരണം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, സാരമില്ല, നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ FB ഒക്കെ ഉപയോഗിക്കുന്ന പൂർണ്ണമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്ത ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ പച്ച പറഞ്ഞാൽ ഞങ്ങളുടെ പ്രേക്ഷിതയാണല്ലോ, മാതാവ് കാത്തോളും എന്നുണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴും ഒരു മാറ്റവും ഇല്ല. പക്ഷേ 2 ആഴ്ചകൾക്ക് ശേഷം എൻ്റെ കാല് പതുക്കെ ഉണങ്ങാൻ തുടങ്ങി ഒരു 2 മാസം 3 മാസം അത്രയും വലിയ ആഴമുള്ള മുറിവായിരുന്നു. ഒരു 3 മാസം കൊണ്ട് എൻ്റെ കാല് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. എൻ്റെ കാലിൻ്റെ മുറിവ് പൂർണ്ണമായിട്ടും ഉണങ്ങി. അത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ലോക്ക്ഡൗൺ ടൈമായിട്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ് സാക്ഷ്യപ്പെടുത്താതിരുന്നത്, അതാണ് വരാതിരുന്നത്. അപ്പോൾ എൻ്റെ ഉടമ്പടിയുടെ നിയോഗം 1-ാമത്തെ നിയോഗം സാധിച്ചു. 2-ാമത്തത് എൻ്റെ മോൾക്ക് 10-ാം ക്ലാസ് ആയിരുന്നു, ഫുൾ A1 കിട്ടണമെന്നാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പം അതൊരു വലിയൊരു സാക്ഷ്യത്തിനായിട്ട് മാതാവ് മാറ്റിയ സംഭവമായി മാറി. റിസൾട്ട് വന്നപ്പോൾ ആ സ്കൂളിൽ ആർക്കും ഫുൾ A1 ഇല്ല. എൻ്റെ മോൾക്ക് എല്ലായ്പ്പോഴും ഫുൾ മാർക്ക് കിട്ടുന്നൊരു മകളാണ്. 95% കൂടുതൽ എപ്പോഴും 98% മാർക്ക് കിട്ടുന്ന മകളാണ്. പക്ഷേ ആ സ്കൂളിൽ ആർക്കും, മോൾക്ക് മാത്രം ആർക്കും ഫുൾ A1 ഇല്ല. അപ്പോൾ മലയാളം വിഷയം അതിന് എല്ലാവർക്കും B1 ആണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ആകെ വിഷമായി. കാരണം ഒരു പക്ഷേ എങ്കിൽ എനിക്ക് തോന്നുന്നത് ഫുൾ A1 ആദ്യമേ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരു പക്ഷേ പറയുമായിരിക്കും, എൻ്റെ മോൾ പഠിക്കുന്നതല്ലേ അതുകൊണ്ട് മോൾക്ക് കിട്ടിയെന്ന് പറയുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചെന്ന് തോന്നുന്നു. അതിനുശേഷം ഈ മലയാളം വിഷയം എൻ്റെ മകൾ റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞപ്പോൾ മകൾക്ക് 99 മാർക്ക് ലഭിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ നല്ല ഒരു മാർക്ക് മാത്രമേ പോയുള്ളൂ. അത്രയും എളുപ്പത്തിൽ എഴുതിയൊരു വിഷയത്തിന് B1 ആണ് വാല്യൂഷൻ സമയത്ത് കിട്ടിയുള്ളൂ. അതെനിക്ക് തോന്നുന്ന മാതാവിൻ്റെ ഒരു അത്ഭുതമായിട്ട് മാതാവ് തന്നാന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അങ്ങനെ ഫുൾ A1 2-ാമത്തെ റീവാലുവേഷന് കൊടുത്ത മകൾക്ക് കിട്ടി. 2-ാമത്തെ നിയോഗവും സാധിച്ചു. 3-ാമത്തത്
എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലി കിട്ടുവാൻ വേണ്ടിയായിരുന്നു. +2 അധ്യാപകനായിരുന്നു. റിട്ടയറായി കഴിഞ്ഞ ശേഷം 2 വർഷം വീട്ടിൽ ജോലി, പിന്നെ ജോലിക്ക് ട്രൈ ചെയ്തിരുന്നു. ഒരു ബോറിംഗ് ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പം ഒരു ഫിനാൻസിൽ മാനേജറായിട്ട് ജോലി കിട്ടി. അത് മാതാവ് തന്നതാണ്. ആദ്യമേ തന്നെ അതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ലഭിച്ച ഒരു നിയോഗങ്ങളിൽ ആദ്യം ലഭിച്ചത്. പിന്നെ 4മത്തെന്ന് പറയുന്ന കുടുംബസമാധാനത്തിന് വേണ്ടി വെച്ചിരുന്നതായിരുന്നു. ഒരു കൂട്ടുകുടുംബമായതുകൊണ്ട് തന്നെ പല വേദനകളൊക്കെ എപ്പോഴും ഉണ്ടാകുമായിരുന്നു. എന്തായാലും സമാധാനം മാതാവ് ഒത്തിരിയേറെ തന്നു ഞങ്ങൾക്ക്. ഇത്രയും നിയോഗങ്ങൾ 6 നിയോഗങ്ങൾ വെച്ചിരുന്ന 4 നിയോഗങ്ങളും അമ്മ മാതാവ് സാധിച്ചു തന്നു. പിന്നെ വേറൊന്ന് പറയുന്നത്, ഞാനിപ്പം എൻ്റെ പെൻഷൻ പേപ്പറുകളെല്ലാം ഏറ്റവും ലാസ്റ്റാണ് അത് സ്കൂളിൽ നിന്ന് അയച്ചത്. കാരണം പല കാര്യങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് പോയിട്ട് എനിക്ക് തോന്നുന്നത് ജനുവരി മാസത്തിലാണ് എൻ്റെ പേപ്പറുകളെല്ലാം സ്കൂളിൽ നിന്ന് അയച്ചത്. PF-ൻ്റെയും എല്ലാ ഗ്രാറ്റുവിറ്റിയുടെയും കമ്മ്യൂട്ടേഷൻ്റെയും ഒക്കെ എല്ലാ പേപ്പറുകളും പെൻഷൻ്റെ പേപ്പറുകളെല്ലാം അയച്ചത്. എങ്കിൽ തന്നെ ഞങ്ങളുടെ പരിസരത്തുള്ള എല്ലാ സ്കൂളുകളിലും വെച്ചിട്ട് ഏറ്റവും ആദ്യം എനിക്ക് പെൻഷൻ്റെ ആനുകൂല്യങ്ങളെല്ലാം ആദ്യമേ തന്നെ എനിക്കാണ് അമ്മ മാതാവ് വാങ്ങിത്തന്നത്. അത് വലിയൊരു അത്ഭുതമായി തോന്നി എനിക്ക്. കാരണം ഏപ്രിൽ തന്നെ മാർച്ച് 31 പെൻഷനായി ഞാൻ ഏപ്രിൽ തന്നെ പെൻഷൻ വാങ്ങിയ ഒരാളാണ്. എല്ലാ ആനുകൂല്യങ്ങളും ഏപ്രിലും മെയ് ആദ്യത്തെ ആഴ്ചയിലുമായിട്ട് എനിക്ക് ലഭിച്ചു. PF-ഉം ഗ്രാറ്റുവിറ്റിയും കമ്മ്യൂട്ടേഷനൊക്കെ ഇപ്പോഴും കിട്ടാത്തവരുണ്ട്. അപ്പോൾ എത്രയോ അധികമായിട്ട് അമ്മ എന്നെ കരുതുന്നു. അമ്മ എന്നെ ഭൗതികമായ കാര്യങ്ങളും നമ്മളെ കരുതുന്നു, ആത്മീയമായ കാര്യങ്ങളെല്ലാം കരുതുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുകയാണ്, മരുന്നോ ലേപനൌഷധവുമല്ല, പിന്നെയോ ജീവൻ നൽകുന്ന അവിടുത്തെ വചനമാണ് അവർ സുഖപ്പെടുത്തിയത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അത് ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടി ദൈവമാതാവിൻ്റെ മധ്യസ്ഥയാൽ യേശു തന്നെയാണ് സൗഖ്യപ്പെടുത്തിയെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ സ്കൂളിൽ തന്നെ ആയാലും റിട്ടയർമെൻറ്റ് പാർട്ടി സമയത്ത് എനിക്ക് പല സമ്മാനങ്ങൾ തന്നപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, നിങ്ങളെനിക്ക് വലിയ സമ്മാനങ്ങൾ തരണ്ട, ഒരു സാക്ഷ്യത്തിനായിട്ട് മാറട്ടെ, പ്രേക്ഷിത വാലി ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങളെനിക്ക് കൃപാസനം അമ്മയുടെ ഒരു ഫോട്ടോ തന്നാൽ മതി, എന്നെ വീട്ടിൽ കൊണ്ടുവയ്ക്കാനും ടീച്ചേഴ്സിനോട് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ അതിശയം തോന്നി. കാരണം ഏതാണ് ഈ കൃപാസന മാതാവ് എന്ന് പലരും അറിഞ്ഞിട്ടില്ല. അത് ചോദിച്ചു, മാതാവിൻ്റെ ഫോട്ടോ പോരെ. ഞാൻ ഒരു പോരെ, എനിക്ക് കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് അത് കൊടുത്തു. അവർ വലിയൊരു ഫോട്ടോ എനിക്ക് തന്നു. അത് വലിയൊരു സാക്ഷ്യമാണ്. കാരണം ആ ഫോട്ടോ ഞാൻ FB-യിൽ ഇട്ടിരുന്നു. കാരണം വെച്ചാൽ ഇത് എല്ലാവരും കാണട്ടെ. ഒരു മാതാവിൻ്റെ ഫോട്ടോയാണ് സമ്മാനമായിട്ട് വാങ്ങി ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ എല്ലാവരും അതോടുകൂടി മാതാവിനെ അറിഞ്ഞു, കൃപാസന മാതാവിനെ അറിയട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ചെയ്യാനൊരു എന്താണ് ഒരു ശക്തി കിട്ടി, മനുഷ്യരുടെ പറയാനൊരു ശക്തി കിട്ടിയെന്നാണ് ഞാൻ പറയുന്നത്. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വലിയൊരു സാക്ഷ്യമാണ്. ഷേർലി എന്ന സഹോദരി +2 അധ്യാപികയാണ്. ഇപ്പോൾ റിട്ടയർഡായി അല്ലേ? റിട്ടയറായി. വലിയൊരു സാക്ഷ്യമാണ്. കൃപാസനത്തിലൂടെ കടന്നു വന്ന ഒത്തിരിയേറെ വ്യക്തികൾ അവരുടെ അറിവില്ലായ്മ മൂലവും മറ്റു പല തെറ്റിദ്ധാരണകളുടെ പേരിലൊക്കെ കൃപാസനത്തെ പറ്റി ദുഷിച്ച് സംസാരിക്കുമ്പോൾ ഈ മകൾക്കും ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ കൃപാസനത്തിലൂടെ കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രചോദനം എന്നാണ്. പരിശുദ്ധാത്മ നിറഞ്ഞു, ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു, പൂർണ്ണ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. കാരണം ആത്മാവ് വന്ന് നിറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങൾക്കൊക്കെ ഒരു നിവാരണം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആ സംശയം എല്ലാം ഇപ്പോൾ കറക്റ്റായി. കാരണം കൃപാസനത്തിലൂടെ കടന്നു വന്ന ഉടമ്പടിയത്തിന് ശേഷം ആദ്യം പരിശുദ്ധം ഒരു അടയാളം കാണിച്ചു കൊടുക്കും അല്ലേ? ഉടമ്പടിയത്തിന് ശേഷമല്ല ആ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അതെ, ഒരു എന്നും പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ ആ മകളെ കൊണ്ടുവരാൻ പോയതാണ് അല്ലേ? മകളെ കൊണ്ടുവരാൻ പോയതാണ്. അപ്പോൾ വളവിൽ വെച്ച് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് പറ്റി. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സ്റ്റിയർ വെട്ടിച്ചിട്ടാണ് അല്ലേ ഇടിച്ച് അവിടെ മതിലിൽ ചെന്ന് ഇടിച്ചു എന്നുള്ളതല്ല, ഒരു സ്കൂൾ ബസ് വലിയൊരു വാഹനത്തിൻ്റെ മുമ്പിലാണ് ചെന്ന് പെട്ടത് വളവിൻ്റെ സമയത്ത്. അപ്പോൾ വലിയൊരു ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കരുതലുണ്ടായി. അപ്പോൾ അവിടെ ചെന്ന് ഇടിച്ചപ്പോൾ ഒന്നും പറ്റിയില്ല. കാറിന് ജസ്റ്റ് ഒരു കുറച്ച് മെയിൻ്റനൻസ് ചെയ്യേണ്ട വന്നു, അല്ലാതെ മേജറായിട്ട് ആ കാറിന് പോലും ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ്. ഒരു അപകടവും പറ്റാതെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ചു. അന്ന് രാത്രി അല്ലേ കൃപാസന അൾത്താര 2 ദിവസം കഴിഞ്ഞപ്പോൾ കൃപാസന അൾത്താര എല്ലാം സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ ഈ മകൾക്ക് തന്നെ ഒരു ബോധ്യം കിട്ടി. ഒരു സംശയമായിരുന്നു എനിക്കിത് അമ്മയുടെ സംരക്ഷണമാണോ എന്ന് സംശയമായിരുന്നു. അപ്പോൾ ഉറപ്പാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബോധ്യം കൊടുത്തു. കാരണം കൃപാസനത്തിൽ നിന്ന് തന്നെയാണ്, പരിശുദ്ധ അമ്മയാണ് ആ ആക്സിഡൻറ്റിൽ നിന്ന്. കാരണം നമുക്കറിയാം കൃപാസനം നടക്കുന്ന മരിയൻ ഉടമ്പടി പ്രാർത്ഥന അത് ദൈവിക സംരക്ഷണം കുടുംബത്തിന് മുഴുവനും ഉറപ്പുവരുത്തുന്ന പ്രാർത്ഥനയാണ്. കാരണം വേറൊന്നുമല്ല, വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ തന്നെയാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ ഭവനങ്ങളിലേക്കും കടന്നു ചെന്ന് ഓരോ ആവശ്യങ്ങളിൽ ക്രമപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ അടയാളം ലഭിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് പ്രകാരമാണ്. 2.5 കൊല്ലത്തോളമായിട്ട് ഈ വെരിക്കോസ് വെയിൻ വന്നിട്ട് അത് വലിയൊരു വൂണ്ടായിട്ട് അത് ഉണങ്ങാതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമുക്കറിയാം ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് പ്രത്യേകം പ്രചോദനം തന്നാണ് നമ്മൾ ഗൂഗിൾ മീറ്റ് ആരംഭിച്ചത്. അപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ഈ വൂണ്ടിൻ്റെ കാര്യം സ്പെഷ്യൽ ലിങ്ക് വഴി അസുഖമുള്ളവർക്ക് കിട്ടുന്ന ആ പ്രത്യേക ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി കിട്ടുന്ന സ്പെഷ്യൽ ലിങ്ക് കിട്ടി.
ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന ഗൂഗിൾ മീറ്റ് വഴി കിട്ടി. ഇപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കാലിൽ വൂണ്ട് എങ്ങനെയാണ്? എല്ലാം മാംസം കവർ ചെയ്ത് വരുന്നുണ്ട്. കാരണം വലിയൊരു കവർ ചെയ്ത് പൂർണ്ണമായിട്ടും കവർ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇനി നേരിയതായിട്ട് ഇപ്പോൾ എപ്പോഴും സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ കാലിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നടക്കണം. വന്നിട്ടില്ല, തിന്നാണ്, സ്കിൻ തിന്നായതുകൊണ്ട് ജസ്റ്റ് ഇപ്പോൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു കാലം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ മാംസം എല്ലാം കവർ ചെയ്തു എന്നാണ് പറഞ്ഞു. അപ്പോൾ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു. കാരണം ക്ലാസ്സിൽ അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇരുന്നൊക്കെയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് തന്നെ ഈ ടീച്ചറിന് ഒരു പത്രം കൊണ്ടുപോയി കൊടുത്തു. പക്ഷേ 2 വർഷത്തോളം ടേബിളിൽ ഇരുന്നെങ്കിലും അത് എടുക്കാൻ തോന്നിയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ വലിയൊരു അനുഗ്രഹത്തിൻ്റെ വാതിലായിരുന്നു. ആ സ്കൂളിൽ തന്നെ ഒരു കുട്ടിയുടെ അമ്മയാണ് ടീച്ചറിന് കൊണ്ടുപോയി കൊടുക്കുന്നത് പറഞ്ഞു. പക്ഷേ ടീച്ചർ അത് എടുത്തില്ല. പക്ഷേ അതിൻ്റെ സമയം ഇതായിരുന്നു, അനുഗ്രഹത്തിൻ്റെ സമയം ഇതായിരുന്നു. ഇപ്പോൾ വലിയ സാക്ഷിയായിട്ടാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഗൂഗിൾ മീറ്റിലൂടെ പറഞ്ഞതിന് ശേഷം പെട്ടെന്നാണ് അത്ഭുതം നടന്നത്. ഇപ്പോൾ കാലിലെ മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങി ഇനി ജസ്റ്റ് സ്കിന്നൊന്ന് കട്ട് ചെയ്യാവാനുള്ളൂ എന്നാണ് പറഞ്ഞത്. 3ാമത്തെ വിഷയം എന്ന് പറഞ്ഞത് എപ്പോഴും ഉടമ്പടി ആരാധനയിൽ, ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും പങ്കെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പോയ ഒരു ഉടമ്പടി ധ്യാനത്തിലെ ആരാധനയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കൈ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ച് പരീക്ഷ പേപ്പർ കാണുമ്പോൾ ഇങ്ങനെ വേർത്തൊലിക്കുന്ന മക്കളെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചറിൻ്റെ മകൾക്കും ആ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മകളെയും സമർപ്പിച്ച് ആ സമയം ആരാധനയോട് ചേർത്ത് സമർപ്പിച്ചപ്പോൾ പിന്നീട് ആ മകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വലിയൊരു സാക്ഷ്യം പറഞ്ഞതാണ് തെങ്ങ് ചെത്തിയിരുന്ന ഒരു മകൻ, അല്ലേ? തെങ്ങ് ചെത്തിയിരുന്ന ഒരു മകൻ, അത് ആ മകൻ വീണ് സ്ട്രോക്ക് വന്നിട്ട് വീട്ടിൽ കിടപ്പായി പോയൊരു മകനായിരുന്നു. ആ മകനും ഇതേപോലെ കൃപാസനത്തിലെ പത്രം കൊണ്ടുപോയി കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഹിന്ദു ആയിരുന്നു ആ മകൻ. സ്ട്രോക്ക് വന്ന വലിയൊരു അത്ഭുതമാണത്. കാരണം ആ മകൻ എഴുന്നേറ്റ് നടക്കുക മാത്രമല്ല, ഇപ്പം ആ മകൻ ജോലിക്കും പോകുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ മക്കളെ, ആ പരിസരത്തിലുള്ള എല്ലാവരെയും വിശ്വാസത്തിലോട്ട് അനയിക്കാൻ ഉപകരിച്ചു. കാരണം നമുക്കറിയാം ഏഷ്യ 56:7 എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്നറിയപ്പെടുമെന്നാണ് പറഞ്ഞത്. അത് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ആരൊക്കെ വിഷമം അനുഭവിക്കുന്നുണ്ട് അവർക്കെല്ലാം പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ എല്ലാ ജനതകളുടെയും മാതാവാണ്. അവർ ലേഡി ഓഫ് ഓൾ നേഷൻസ്, എല്ലാ രാഷ്ട്രങ്ങളുടെ എല്ലാം അധിപതിയാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ അമ്മയുടെ വലിയ കരുതലും സ്നേഹവും വാത്സല്യവും അല്ല. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞു, നല്ലൊരു ജോലി കിട്ടി. ഒത്തിരി കാരുണ്യപ്രവൃത്തി ചെയ്യാനുള്ള ഒരു മനസ്സ് ദൈവം തുറന്നു തന്നു. അതാണ് ആരെ കണ്ടാലും നമുക്ക് കാരുണ്യം മനസ്സിൽ, ദൈവത്തിൻ്റെ ആ കരുണ തന്നെ നമ്മുടെ മനസ്സിലും വരുന്നുണ്ട് ഏതാളെ കണ്ടാലും. അതാണ് ഏറ്റവും വലിയ ഉടമ്പടിയിൽ വന്നൊരു വ്യത്യാസം എൻ്റെ മനസ്സിൽ. പ്രാർത്ഥനയിൽ ഒത്തിരി അനുഭവം കിട്ടി. ഒത്തിരി നേരം കണ്ടിന്യൂസ് ജപമാല ചെയ്യാൻ, ഇപ്പോൾ എറണാകുളത്തിനൊക്കെ ബസ്സിൽ പോയാൽ 5ഉം 10ഉം ജപമാലൊന്നും ചെല്ലാൻ, നമ്മൾ ലോങ് ട്രിപ്പ് യാത്ര ചെയ്യുമ്പോഴെല്ലാം കണ്ടിന്യൂസ് ജപമാല ചെല്ലാനൊക്കെ ഒരു കൃപ കിട്ടി. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ഏറ്റവും വലിയ കൃപ കിട്ടി. പാവങ്ങളെ കണ്ട അപ്പം മനസ്സലിയുന്ന ഒരു വലിയൊരു കൃപ, അത് വലിയൊരു ദൈവത്തിൻ്റെ കൃപ തന്നെയാണ്. അത് ലഭിച്ചു എനിക്ക്. അതാണ്. അതുപോലെ തന്നെ ഉടമ്പടിയിൽ വലിയൊരു നിബന്ധന എന്ന് പറഞ്ഞാൽ പത്രം വിതരണം ചെയ്യണം. അപ്പോൾ ഒരു ടീച്ചറായതുകൊണ്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു പത്രം വിതരണം ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാം മാറി. ഉടമ്പടി നിബന്ധനകൾ എന്താണോ അതെല്ലാം കറക്റ്റായിട്ട് വിശ്വസ്തതാപൂർവ്വം പാലിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി അടയാളങ്ങളാണ് ഈ കുടുംബത്തിൽ ലഭിച്ചത്. അതുപോലെ തന്നെ പറഞ്ഞ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ എല്ലാം പരിശുദ്ധ അമ്മയുടെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇതൊരു മാതൃകയാണ്. കാരണം നമ്മളെല്ലാവരും നമുക്കറിയാം ഒരു 80 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും ലോകത്തുനിന്ന് പിന്മാറേണ്ട ആൾക്കാരാണ്. പക്ഷേ പലപ്പോഴും നിത്യജീവിതത്തെപ്പറ്റി ആഴമായ അറിവില്ലാത്തത് കാരണം നൈമിഷികമായ സുഖങ്ങളുടെ പിന്നാലെ പായുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ അത് ഈശോയുടെ നാമമഹത്വത്തിനായിട്ട്, പ്രത്യേകിച്ചും കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ഉപരിമഹത്വത്തിനായിട്ടാണ് സഹോദരി ടീച്ചർ ഉപയോഗിക്കുന്നതെന്നാണ് സാക്ഷ്യപ്പെടുന്നത്. വലിയൊരു സാക്ഷ്യമാണ്. കാരണം ഇപ്പോഴും നടക്കുന്ന എല്ലാ ശുശ്രൂഷ നൊവേനെന്നും കൂടുന്നുണ്ട്. നൊവേന അപ്പം തന്നെ ഷെയർ ചെയ്യുകയാണ്. ധ്യാനം കഴിഞ്ഞ് അപ്പം തന്നെ ഷെയർ ചെയ്യുകയാണ്. എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ്. അത് മാത്രം അപ്പോൾ ഒത്തിരി പേര് കണ്ടു തുടങ്ങി. ആദ്യമൊക്കെ എല്ലാവർക്കും അത് മടിയെ കാണുമ്പോൾ എന്ന് ഇപ്പോഴും പ്രാർത്ഥന ടീച്ചർ വിടുന്നതെന്നൊരു ചോദിക്കലായിരുന്നു. ഇപ്പോൾ പലരും ടീച്ചേഴ്സ് പോലും പലരും കണ്ട് അവിടെ ലൈക്ക് അടിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ പലരും ആദ്യമൊക്കെ എല്ലാവരും അത് കാണില്ല, ലൈക്ക് അടിക്കില്ല. പക്ഷേ ഇപ്പോൾ പലരും ടീച്ചേഴ്സ് പോലും കാണുന്നുണ്ടത്. അപ്പോൾ നമുക്ക് സന്തോഷമായി തുടങ്ങി. പലർക്കും അനുഭവം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണത്. ഓക്കെ. ഉടമ്പടി വഴി എനിക്ക് വേദി ഒരുക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും വിശുദ്ധ മാലാഖമാർക്കും പരിശുദ്ധാത്മാവിനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എൻ്റെ പേര് അശ്വതി ചന്ദ്രൻ. ഞാൻ വരുന്നത് പറവൂര് കെടാമംഗലത്തു നിന്നാണ്. 2024 ജനുവരി 24 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നേ തന്നെ മാതാവ് ഒരുപാട് പ്രാവശ്യം ഈ ഉടമ്പടിയിലേക്ക് എന്നെ കൊണ്ടുവരാനായിട്ട് നന്നായിട്ട് ശ്രമിച്ചിരുന്നു.
പക്ഷേ ആ സമയങ്ങളിലൊന്നും അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അമ്മയുടെ ആ ഒരു വാല്യൂ തിരിച്ചറിയാനായിട്ട് എനിക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റിയില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടിയിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ PSCക്ക് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ കുട്ടികളെ വീട്ടിൽ ട്യൂഷൻ എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ത്രിസന്ധ്യ നേരത്ത് എൻ്റെ വീട്ടിൽ അടുത്ത് ആ ഒരു ചേച്ചി കൃപാസനം പത്രം കൊണ്ടിടുകയുണ്ടായി. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മോളെ അതൊന്നും എടുത്ത് വായിച്ച് നോക്കടി, നീ എന്തായാലും കുറച്ച് നാളായല്ലോ പഠിക്കാൻ തുടങ്ങിയിട്ട്, ജോലിയാണെങ്കിൽ ആവുന്നുമില്ല, ഒന്ന് വായിച്ച് നോക്ക്, ഒരുപാട് അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരിടമാണ്, പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് പോവാം, പ്രാർത്ഥിക്കാം. അപ്പോഴൊക്കെ ഞാൻ അത്യാവശ്യം ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ പറഞ്ഞു, വേണ്ട, താൻ പാതി ദൈവം പാതി, ഞാൻ ആദ്യം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ, ബാക്കി അമ്മ മാതാവിന് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു ഓവർ കോൺഫിഡൻസ് എന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. ജോസഫ് അച്ഛൻ പറയുന്ന പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഓവർ കോൺഫിഡൻസ് എവിടെയാണോ വെക്കുന്നത് അവിടെയായിരിക്കും നമുക്ക് ആദ്യത്തെ ബോംബ് വീഴുന്നത്. അതുപോലെ തന്നെ എൻ്റെ കാര്യത്തിലും സംഭവിച്ചു. ആ ഒരു ബോംബ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എനിക്കത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. എന്നിരുന്നാലും പിന്നീടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അമ്മയിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചു. അങ്ങനെ ഞാൻ PSC ടെസ്റ്റ് എഴുതി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ തൊഴിൽ വാർത്തയിലെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുമായിരുന്നു, അയ്യോ അമ്മ അങ്ങനെ പറഞ്ഞതല്ലേ, ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ അഹങ്കാരമാണെന്ന് മാതാവ് കരുതിയാലോ എന്ന് ഞാൻ ആദ്യം ആലോചിച്ചു. പിന്നെ അങ്ങനെ തൊഴിൽ വാർത്തയിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉച്ച സമയത്ത് എനിക്ക് വയറിൽ വളരെയധികം വളരെ വേദന. ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഡോൺ ബോസ്കോയിൽ കൊണ്ടുപോകുന്നു, പറൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഇവിടെ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് തന്നെ അവരെ പരിശോധിക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഇതെന്താണ്, ഇവളുടെ അസുഖം എന്താണ്, കാരണം ടെസ്റ്റിലൊക്കെ നോർമലായിട്ടാണ് കാണിക്കുന്നത്. അന്ന് അത്ര വലിയ കുഴപ്പങ്ങളുമില്ല, പക്ഷേ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഇവിടെ കണ്ടമാതിരി കാശൊക്കെ ചിലവാക്കി ഞങ്ങൾ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇവിടെ രക്ഷയില്ല കേട്ടോ, കാരണം എടുക്കുന്ന ടെസ്റ്റുകളിലൊക്കെ ഇവൾ ഓക്കെ ആണെന്നാണ് പറയുന്നത്, ഇവൾക്ക് എന്തുകൊണ്ടാണ് പിന്നെ ഈ വയറുവേദന വരുന്നതെന്ന് അറിയില്ല. അപ്പം ഞാൻ അതിന് മുമ്പേ തന്നെ ഈ പത്രം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടിരുന്ന ചേച്ചിനോട് ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങനെയാണെങ്കിൽ ചേച്ചി എന്തെങ്കിലും പോവുകയാണെങ്കിൽ കൃപാസനത്തിൽ എന്തെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കൂടി ഒന്ന് കൂട്ടണം. അപ്പോൾ ആ ചേച്ചി കൃത്യം എനിക്ക് വയറുവേദന വന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് എന്നോട് നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് കൃത്യം ആ സമയത്ത് തന്നെ എനിക്ക് അമ്മ വയറുവേദന തന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ തന്നെ ലിസി ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെയും ഇതുപോലെ കണ്ടമാതിരി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എന്താണ് അസുഖം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്നിവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ലാസ്റ്റ് എന്നെ പണ്ട് അവിടെ ചികിത്സിച്ചിരുന്ന ഒരു ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, അശ്വതി എനിക്ക് എന്താണ് പ്രശ്നം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല, നാട്ടിൽ എല്ലായിടത്തും കാണിച്ചിട്ട് അവിടെ എന്താണ് സംഭവം എന്ന് ആർക്കും പറയാനും പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിനക്ക് വേദനയുള്ള പോർഷൻ മാത്രം നമുക്ക് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സിൻ്റെ ഒരു ചെറിയൊരു സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തപ്പോഴാണ് അത് അപ്പൻഡിക്സാണ്. അപ്പൻഡിക്സ് വളരെയധികം വന്നിട്ട് അത് പൊട്ടി വയറാകെ വ്യാപിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് സർജറി ചെയ്ത് മാറ്റിയില്ലെങ്കിൽ എൻ്റെ ജീവന് തന്നെ ആപത്താണ് എന്ന് ഡോക്ടർ പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങളുടെ വീടിനടുത്തൊരു ചേച്ചി എൻ്റെ കയ്യിൽ ഒരു കാശുരൂപം കൊണ്ടുവന്ന് തന്നു. അന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇത് കൃപാസനം മാതാവാണ് അല്ലെന്നുണ്ടെങ്കിൽ മാതാവാണോ എന്താണോ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആ കാശുരൂപം നേരെ തന്നെ തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, ചേച്ചി ഇതകത്തേക്ക് പ്രവേശിപ്പിക്കാമോ എന്ന് എനിക്കറിയാൻ പാടില്ല, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഇതൊക്കെ കയറ്റുമോയെന്നും എനിക്കറിയില്ല. അങ്ങനെ തന്നെ ഞാനത് തിരിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ കുറച്ച് നേരം കഴിഞ്ഞ് എന്നെ അവിടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു മദറോ ആരോ, അവരുടെ മുഖത്ത് നല്ല വെട്ടമായിരുന്നു, അവർ വേഗം വന്നിട്ട് എൻ്റെ കവിളിൽ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചു, നീ റിക്കവറായിട്ട് വരും മോളെ, ധൈര്യമായിട്ട് പേടിക്കാതിരിക്കുക. അവരുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ശോഭയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു സമയമാണത്. ആ സമയത്ത് ഈ മരുഭൂമിയിലൊക്കെ മഴ പെയ്യുന്നത് പോലെ ദൈവവിളി എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ആ ഒരു സ്പർശം എനിക്ക് വളരെയധികം ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു നേട്ടമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ തന്നെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ എനിക്ക് ഒരു 3 മാസത്തോളം റെസ്റ്റായിരുന്നു. ഈ സമയത്ത് ഞാൻ എക്സാം എഴുതിയതിൻ്റെ റിസൾട്ട് വന്നു.
എനിക്ക് +2 അതായത് പ്രിലിമിനറി ഒക്കെ പാസ്സായി, മെയിൻസും പാസ്സായി. 3 എക്സാമിൻ്റെ ഫിസിക്കൽ അടുക്കുന്ന സമയം, അതായത് ഞാൻ പോലീസ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തു, എക്സൈസ് ക്വാളിഫൈ ചെയ്തു, ബീറ്റ് ഫോറസ്റ്റ് ക്വാളിഫൈ ചെയ്തു. ഇനിയുള്ളത് ഫിസിക്കലാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് ഒന്നാമതെ വയ്യല്ലോ, അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ഫിസിക്കലൊക്കെ അറ്റൻഡ് ചെയ്യുക? എന്നാലും സാരമില്ല, റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാമല്ലോ. അങ്ങനെ ഇരുന്നു. ഞാനവിടെ ഒരു ട്രെയിനിങ് ചേർന്നു. ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോയി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രീന ചേച്ചി, അതായത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആ ചേച്ചി, പിന്നെയും ഞാൻ ആ ചേച്ചിനോട് ചോദിച്ചു, ചേച്ചി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉടമ്പടി എടുക്കണമെന്നുണ്ട്, അപ്പോൾ ഞാൻ ഈ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് എടുത്താൽ പോരേന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അശ്വതി അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ അത് എടുക്കണം, അല്ലാതെ അതൊരു പരീക്ഷണത്തിന് വേണ്ടി നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഫിസിക്കലിന് മുന്നേ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻഡ്യൂറൻസിൻ്റെ ഡേറ്റ് വന്നപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ കുട്ടിയും കൂട്ടി ഇങ്ങോട്ട് വന്നു. അതായത് ഉടമ്പടി എടുത്തില്ലെങ്കിലും മാതാവിനെ ഒന്ന് വന്ന് കാണണം. കാരണം ഒരു പ്രാവശ്യം എൻ്റെ ഒരു അഹങ്കാരത്താൽ എനിക്ക് നഷ്ടപ്പെട്ട ആ ഒരു തിരുരൂപം എനിക്ക് ഇവിടെ വന്നൊന്ന് കാണണം, ഒന്ന് ദർശിക്കണം. ഉടമ്പടി എടുത്തില്ലെങ്കിൽ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടി ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എൻഡ്യൂറൻസ് ടെസ്റ്റാണ്, ഞാൻ പറഞ്ഞതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നീ എന്നോട് ക്ഷമിക്കണം, എൻഡ്യൂറൻസ് ടെസ്റ്റാണ്, നീ എന്നെ തുണയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ നിന്ന് അന്നേരത്തെ ഒരു ഉപ്പ് മാത്രമേ ഞാൻ മേടിച്ചുള്ളൂ, ഉടമ്പടി എടുത്തില്ല. തിരികെ ഞങ്ങൾ ബസ്സിൽ കയറുന്ന സമയത്ത് ഒരമ്മാമ്മ വന്നിട്ട് പറയാണ്, നിങ്ങൾ എവിടേക്കാണ് പോകണേ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ കൃപാസനത്തിൽ പോയി മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ നിങ്ങളെന്ത് ഉടമ്പടി എടുക്കാഞ്ഞേ? അപ്പോൾ പറഞ്ഞു, ഉടമ്പടി എടുത്തില്ല, അമ്മ മാതാവിനെ ഒന്ന് വന്ന് കാണണം, ഒന്നിവിടെ വന്നൊന്ന് കാര്യങ്ങൾ പറയണം, അത്രേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞു. അയ്യോ മക്കളെ, നിങ്ങൾക്ക് ഉടമ്പടി എടുത്തുകൂടായിരുന്നോ? എന്നിട്ട് അവരുടെ കാര്യങ്ങൾ അവർ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ലാസ്റ്റ് അവർ പറഞ്ഞു, ഞാനൊന്നും കഴിച്ചിട്ടില്ല, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കൂടെ വന്ന കുട്ടി, അവൾ വെറും വയറോടുകൂടിയാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാഗിൽ 2 പഴം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് ചോദിച്ചു, എടി നിനക്കിത് വേണോ? അപ്പോൾ പറഞ്ഞു, വേണ്ട, അത് അങ്ങോട്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആ അമ്മക്ക് ആ പഴം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ എൻഡ്യൂറൻസിൻ്റെ ഡേറ്റ് വന്നു. എൻഡ്യൂറൻസ് 2 ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ടായിരുന്നു ഫിസിക്കൽ ടെസ്റ്റ്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻഡ്യൂറൻസ് മാതാവ് പാസ്സാക്കിയല്ലോ, ഇനി ഫിസിക്കൽ മാതാവ് നോക്കിക്കോളും, അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുക്കാം. പക്ഷെ ഞാൻ ആ ഒരു ധാരണയായിട്ട് പിന്നീട് ഗ്രൗണ്ടിൽ ചെല്ലുമ്പോഴൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഐറ്റംസ് ഒന്നും അങ്ങനെ അവിടെ 30 പേരുണ്ടെങ്കിലും 29 പേരും അടിപൊളിയാണ്. ആ ഒരു വീക്കായിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് ഞാൻ മാത്രമാണ്. അപ്പോൾ ഒരു പക്ഷേ എനിക്കത് ഒട്ടും ചെയ്യാനും പറ്റുന്നില്ല. എനിക്കെന്തോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു പോരായ്മ പോലെ തോന്നി. അങ്ങനെ ഇരിക്കെ ജനുവരി 16 പോലീസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റായിരുന്നു, 18 എക്സൈസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റായിരുന്നു. ഇതിന് 2 ഞാൻ നല്ല അന്തസ്സായിട്ട് തോറ്റു. അത് ഒരു പക്ഷേ എന്നെ മാതാവ് തോൽപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതാവിൻ്റെ മഹത്വം, തിരുക്കുമാരൻ്റെ മഹത്വം സമൂഹത്തിൽ എന്നിലൂടെ പറയിക്കണമെന്ന് ചിലപ്പോൾ എൻ്റെ അമ്മ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇത്രയും നാളും എല്ലാ കാലത്തും നല്ല രീതിയിൽ പാസ്സായി വരുന്ന എനിക്ക് ആ 2 തോൽവികൾ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഷോക്കായിരുന്നു. പിന്നെ കാരണം അത്രയധികം കഷ്ടപ്പെട്ട് ലിസ്റ്റിൽ വന്ന് നമ്മൾ എൻഡ്യൂറൻസ് ടെസ്റ്റ് പാസ്സായി, ഫിസിക്കലിൻ്റെ സമയത്ത് അത് പൊട്ടിപ്പോയി. ഒരു പക്ഷേ എൻ്റെ ഓവർ കോൺഫിഡൻസും ഉടമ്പടിയിലേക്ക് എന്നെ അടുപ്പിക്കാൻ അമ്മ ശ്രമിക്കുന്നതെന്നുള്ള ഒരു സൂചന ആയിരിക്കണം അത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വളരെയധികം ഡിപ്രസ്ഡ് ആയിരുന്നു. എനിക്ക് കാണുന്നവരോടെല്ലാം എനിക്ക് ദേഷ്യവും സങ്കടവും, വീട്ടിലെ അമ്മയോടും ആണെങ്കിലും അച്ഛനോടും ആണെങ്കിലും ഒരുപാട് ഹാർഷായിട്ടാണ് ഞാൻ പെരുമാറിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വളരെയധികം സങ്കടത്തോടുകൂടി ഇങ്ങനെ ഞാൻ പ്രാക്ടീസ് അപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു ദിവസം ഗ്രൗണ്ടിൽ പ്രാക്ടീസിന് പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആലോചിക്കുകയാണ്, ആ ചേച്ചിയെടുത്ത് ഒന്ന് കൃപാസനത്തിലേക്ക് ഒന്ന് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞാലോ? ഒരു പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇനി 3 ടെസ്റ്റിൽ 2 ഞാൻ ഫെയിലായി, 1 കൂടിയേ എനിക്കുള്ളൂ. ഒരു കച്ചിത്തുരുമ്പ് മാതാവ് എവിടെന്നെങ്കിലും എനിക്കൊന്ന് തന്നാലോ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഗ്രീന ചേച്ചിയുടെ കോള് വന്നു, അശ്വതി നമ്മൾ പോകുന്നുണ്ട്, നിനക്ക് ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ഓക്കെ ചേച്ചി. ബസ്സിലിരിക്കുമ്പോഴൊക്കെ മരവിച്ച മനസ്സുമായിട്ടാണ് ഞാൻ ഇരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, മാതാവ് എന്നെപ്പോലെ ഒരാളെ നീ സ്വീകരിക്കുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ ആദ്യത്തെ സംശയം.
വീട്ടിൽ വന്നു ഒരുപാട് കരഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പരിസരത്തെ ഒരു ചേച്ചി ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി എന്നെക്കൊണ്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, കാരണം ഞാൻ അത്രയും ബിഗ് സീറോ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ ചുറ്റും ഇരിക്കുന്നവർക്കൊരു, എൻ്റെ വളർത്തിയ അച്ഛനോ അമ്മയ്ക്കോ ഒരു പ്രതീക്ഷ കൊടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരു മോളുള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ എനിക്ക് മുന്നേയും പിന്നെയും കുറച്ച് കുട്ടികളെ അബോട്ടായിട്ടുണ്ട്. അപ്പോൾ ആകെ ഒരു പ്രതീക്ഷ ഞാൻ മാത്രമാണ്. ചേച്ചി എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, ഞാനിത് എടുക്കാൻ പറ്റുമോ? ഒരുപാട് ഞാൻ കരഞ്ഞു. ആ ഒരു സമയത്താണ് ഞാൻ അത്രയും മനസ്സ് പൊട്ടി ഞാൻ ആ ചേച്ചിയുടെ മുമ്പിൽ കരയുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എടി നീ എൻ്റെ മുന്നിലല്ല കരയുന്നത്, നിൻ്റെ കണ്ണീര് കാണുന്നത് വേറൊരാളാണ്. അപ്പം നീ പൊഴിക്കുന്ന ഓരോ കണ്ണീരിനും അവിടെ അമ്മമാതാവ് കാണുന്നുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും അല്പം വൈകിട്ടാണെങ്കിലും നിൻ്റെ വിളി അവിടെ തീർച്ചയായും എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ 3 മാസമായി, എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ, ഞാനിനി എങ്ങനെയാണ്, ഇനി ആകെ ഒരു ടെസ്റ്റും കൂടി എനിക്ക് ബാക്കിയുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താ ചെയ്യണേ? 1.5 വർഷം 2 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ വെറുതെ ആവില്ല അമ്മേ. എന്തെങ്കിലും ഒരു അടയാളം അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യണേന്ന് ഒരുപാട് ഞാൻ ഉരുകി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞതിന് കൃത്യം തന്നെ ഏപ്രിൽ മാസം ഞങ്ങളുടെ അവിടെ ഗ്രൗണ്ടിൽ ഒരു സമ്മർ ക്യാമ്പ് പോലെ ഒരു സാറ് അവിടെ സമ്മർ ക്യാമ്പ് പോലെ ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനിതുപോലെ ഗ്രൗണ്ടിൽ വരും, തന്നെത്താനെ പ്രാക്ടീസ് ചെയ്യും. എല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു ചേട്ടനാണ് ആ സാറിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ആ സാറ് പറഞ്ഞു, ഇയാൾ കുറേയൊക്കെ ആയാലോ കിടന്ന് ചെയ്യുന്നത്, ഞാനൊരു ഓഫർ വെക്കട്ടെ? അപ്പം ഞാൻ പറഞ്ഞു, പറഞ്ഞോളൂ സാർ. അപ്പോൾ പറഞ്ഞു, ഈ കുട്ടികളുടെ കൂടെ തനിക്കൊന്ന് കൂടാമോ? അതായത് സമ്മർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്കുള്ള ക്യാമ്പാണ്. ഈ കുട്ടികളുടെ കൂടെ തനിക്കൊന്ന് കൂടാമോ? തന്നെ ഞാൻ റെഡിയാക്കി എടുക്കാം, എനിക്ക് 10ൻ്റെ പൈസ തരണ്ടെന്ന് പറഞ്ഞു. എന്തോ എനിക്ക് ആ ഒരു സമയത്ത് അതൊരു ദൈവദൂതനായിട്ട് എനിക്ക് തോന്നി. പുറപ്പാട് 23:20 പറയുന്നത് പോലെ, നിനക്ക് മുന്നേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും, അവൻ നിൻ്റെ വഴികളിലേക്ക് നിന്നെ നയിക്കും, എൻ്റെ പരീക്ഷണശാലയിലേക്ക് നിന്നെ അവൻ കൊണ്ടുവരികയും ചെയ്യും. ആ വചനം എത്രത്തോളം ആപ്റ്റാണെന്ന് എനിക്ക് ആ സമയത്താണ് മനസ്സിലായത്. കണ്ടിന്യൂസ് ആയിട്ട് ആ സാറിൻ്റെ കീഴിൽ തന്നെ ഒരുപാട് നാൾ ഞാൻ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞു. ആ സമയത്ത് തന്നെ ബീറ്റ് ഫോറസ്റ്റിൻ്റെ ഡേറ്റ് വന്നു. ആദ്യത്തെ ഡേറ്റ് വന്നു, മഴയൊക്കെ കാരണം അത് മാറ്റിവെച്ചു. 2ാമത്തെ ഡേറ്റ് വന്നു. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ ഹോൾ ടിക്കറ്റും കൊണ്ട് ഞാനിവിടെ വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പം മാറി ഡേറ്റ് മാറ്റി പോവാണല്ലോ. ഞാൻ ചെയ്യുന്ന ഉടമ്പടിയിൽ എന്തെങ്കിലും പോരായ്മ ഇനി അമ്മയ്ക്ക് തോന്നുകയാണെങ്കിൽ അച്ഛനെ വന്നൊന്ന് കാണിക്കണം, അല്ലെങ്കിൽ ആ ഹോൾ ടിക്കറ്റ് ഈ പടി വരെ ഒന്ന് കൊണ്ടുവരണം, ഈ അൾത്താര വരെ ഒന്ന് കൊണ്ടുവരണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായുള്ളൂ. അതുപോലെ ഞാൻ കൊണ്ടുവന്നു, അച്ഛനെ വന്ന് കാണിച്ചു. അപ്പം എനിക്ക് മുന്നേ കയറിയ ആൾക്കാരോടൊക്കെ അച്ഛൻ പറയുന്നുണ്ട്, ഉടമ്പടി ഉഴപ്പാതെ ചെയ്യണമെന്ന്. അടുത്ത ടേൺ ഞാനാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അതായത് ഉടമ്പടി എടുത്തിട്ടാണെങ്കിലും എനിക്ക് ആ ദേഷ്യവും കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാനായിട്ട് നന്നായിട്ട് പറ്റിയിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അമ്മ മാതാവ് അച്ഛനിലൂടെ എന്ത് മെസ്സേജ് എനിക്ക് തന്നാലും അത് നല്ലതാണെങ്കിലും ഇപ്പം അച്ഛൻ 2 ശകാരിക്കുകയാണെങ്കിൽ എന്നെ ചെയ്താലും അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. കേട്ടിട്ട് അത് തന്നെ തുടരാതെ എനിക്ക് നല്ല രീതിയിൽ അത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനിവിടെ ഈ ആൾത്താരയിൽ മുട്ടുകുത്തി നിന്നപ്പോൾ ആ 2 പേരോട് അച്ഛൻ പറഞ്ഞു, ഉടമ്പടി ഉടപ്പാതെ ചെയ്യണം. 3ാമത്തെ ആൾ ഞാനാണ്. എൻ്റെ കയ്യിൽ തലയിൽ കുരിശുരൂപം വെച്ചിട്ട് അച്ഛൻ പറഞ്ഞു, വൈകാതെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കണം കേട്ടാന്ന് പറഞ്ഞു. അത്രയും നേരം കരയാതെ നിന്ന് ഞാൻ ഇവിടെ നിന്ന് പൊട്ടി കരയാൻ തുടങ്ങി. കാരണം എനിക്ക് ഒരു കോൺഫിഡൻസ് ഇതുവരെ ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അച്ഛൻ്റെ ആ വചനം, അമ്മ മാതാവിൻ്റെ ആ മെസ്സേജ് അച്ഛൻ്റെ നാവിലൂടെ വന്നപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. സന്തോഷമല്ല, ഞാൻ കരഞ്ഞു. ഇവിടെ വന്ന് കുറേ നേരം കരഞ്ഞു. ഞാൻ പുറത്തിറങ്ങി ആ വീട്ടിലെത്തി. ആ ചേച്ചിയെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഞാൻ വിളിച്ചു, ചേച്ചി ഇങ്ങനെ അച്ഛൻ നല്ലൊരു വർത്താനം എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം എന്തായാലും അച്ചട്ടായിരിക്കും, നീ അതിനെ വിശ്വസിക്കുക, അതിനെ വിശ്വസിച്ച് നല്ല രീതിയിൽ നീ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. എഗെയിൻ ആ ടെസ്റ്റിൻ്റെ ഡേറ്റ് മാറ്റിവെച്ച ടെസ്റ്റിൻ്റെ ഡേറ്റ് പിന്നെയും വന്നപ്പോൾ നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള ഉരുൾപൊട്ടൽ ആ സമയത്ത് നടന്നിരിക്കുന്ന ഒരു സ്റ്റേജായിരുന്നു അത്, വയനാട്ടിലെ ഉരുൾപൊട്ടൽ. ആ സമയം കാരണം എഗെയിൻ ആ ടെസ്റ്റ് പിന്നെയും പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഉടമ്പടി എടുക്കുന്നതിലുള്ള കുഴപ്പങ്ങളിലല്ല
എന്നെ ഒരുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്നെ ആ പരീക്ഷണശാലയിലേക്ക് അമ്മയ്ക്ക് അയക്കാൻ വേണ്ടിയിട്ട് അമ്മ എനിക്ക് നീട്ടിത്തരുന്ന സമയമാണത്. അത് ഞാൻ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. പ്രോപ്പറായിട്ട് അമ്മയെ വിശ്വസിച്ച് അമ്മ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ അടിപൊളിയായിട്ട് സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റണം. അത് ഞാൻ മനസ്സിലുറപ്പിച്ചു. അങ്ങനെ മനസ്സിലുറപ്പിച്ചു. എഗെയിൻ ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഈ ഒക്ടോബർ 9 ഞാൻ ബീറ്റ് ഫോറസ്റ്റിന് വേണ്ടി എൻ്റെ കയ്യിൽ 3 ടെസ്റ്റ് ഉണ്ടായിരുന്നു. 2 ടെസ്റ്റ് ഞാൻ ഫെയിലായി. ആകെ ഒരെണ്ണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നത്. ഇടയിലൂടെ എനിക്ക് ഫയർ വുമണിൻ്റെ എക്സാം വന്നു. ഫയർ വുമണിൻ്റെ എക്സാം പ്രിലിംസ് മെയിൻസ് ഞാൻ ക്വാളിഫൈ ചെയ്തു. ഈ ഒക്ടോബർ 9 ആയിരുന്നു അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ്. ഞങ്ങളുടെ കൂടെ ആ ഗ്രൗണ്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു കുട്ടി ഞാനും കൂടി ഒരുമിച്ച് പത്തനംതിട്ടയിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോയായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തായാലും ബുധനാഴ്ചയാണ് ടെസ്റ്റ്, അമ്മയുടെ 10 പത്രം എന്തായാലും കയ്യിലെടുത്തേക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യണം. അമ്മ അത് തരുന്നതോ തരാതിരിക്കുന്നതോ അമ്മയുടെ ഇഷ്ടമാണ്. അമ്മയുടെ ഡയറിയിൽ അമ്മ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല. നമ്മുടെ പാത്ത് കറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ പച്ച ടിക്ക് നമുക്ക് വേണ്ടിയിട്ട് വീണിരിക്കും. അങ്ങനെ ഞാൻ വിശ്വസിച്ചു. അമ്മ എനിക്ക് തന്നാലും കുഴപ്പമില്ല, തന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എനിക്ക് അമ്മയോട് തരണം എന്ന് വാശി പിടിക്കാൻ അത്ര വലിയ യോഗ്യതയൊന്നും എനിക്കില്ല അമ്മേ. എന്നിരുന്നാലും അമ്മയുടെ വിധി എന്തായിരുന്നാലും ഇനി അങ്ങോട്ട് എളിമപ്പെട്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കുള്ള കൃപ തരണേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന മുഴുവനും. അങ്ങനെ തന്നെ ഞാൻ ആ ടെസ്റ്റ് ഞങ്ങൾ തലേദിവസം റൂം എടുത്തപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ പത്രം കൊണ്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ, കുറച്ച് പേർക്ക് ഞാൻ പോണ വഴിക്ക് കൊടുത്തേക്കാൻ കേട്ടാ, എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് എനിക്ക് ഒരു അടയാളമെങ്കിലും പോണ വഴി എനിക്കൊന്ന് കാണിച്ചു തരണേ അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ പത്തനംതിട്ടയിൽ ആ ഗ്രൗണ്ടിലേക്ക് കാറ് വളച്ചെടുക്കുന്ന സമയത്ത് ഞാനപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയോട് കൃപാസന മാതാവിൻ്റെ അത്ഭുതങ്ങളെയൊക്കെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി എന്നെ വിളിച്ച് കാണിക്കുകയാണ്, അശ്വതി ഒന്ന് അപ്പുറത്തോട്ട് നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എന്താ, അതൊരു പള്ളിയല്ല, അന്ന് അവിടെ ആരാധന അങ്ങനെയൊന്നുമില്ല, ഒരു കാവ് പോലത്തെ ഒരു സ്ഥലം. അതിൻ്റെ ഉള്ളിൽ ഈശോനെ നെഞ്ചി ചാർത്തി മാതാവ് ഇരിക്കുകയാണ്. മാതാവിൻ്റെ ഒരു രൂപം അവിടെ ഇരിക്കുകയാണ് ഞങ്ങളുടെ ഗ്രൗണ്ടിൻ്റെ ആ സൈഡിൽ തന്നെ. ഞാൻ അത്ഭുതപ്പെട്ടു. സാധാരണ പോലീസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഗ്രൗണ്ടിൽ ഇതുപോലെ കാര്യങ്ങൾ കൊണ്ടുവെക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം, മാതാവേ ഞാൻ അടയാളം ചോദിച്ചോളൂ, ആ ഉടനടി തന്നെ നീ എന്നെ ആതിരയിലൂടെ അത് കാണിച്ചല്ലോ എന്നും പറഞ്ഞ് ഒരുപാട് നന്ദി പറഞ്ഞു. അങ്ങനെ തന്നെ പിന്നെ എനിക്ക് സ്ട്രോങ് ആയി. പിന്നെ ഞാൻ ഡബിൾ സ്ട്രോങ് ആയി. കാരണം എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്. പിന്നെ എന്നെ ആരൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും പിന്നെ ഞാൻ വീടില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടി. അങ്ങനെ തന്നെ രാവിലെ വെളുപ്പിനെ ഞങ്ങൾ എണീറ്റു, കുളിച്ച് അമ്മയ്ക്ക് തിരിവെച്ചു. എൻ്റെ ഒപ്പം തന്നെ ഞാൻ അവളെയും പ്രാർത്ഥനയ്ക്ക് ഇരുത്തി. കാരണം അവൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ 1 വർഷമായി ഞാനിതിൻ്റെ പുറകെ നടക്കുന്നു. അങ്ങനെ അവളും ഞാനും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എല്ലാവർക്കും ചെസ്റ്റ് നമ്പറൊക്കെ കൊടുത്ത് അണിനിരത്തി നിർത്തിയേക്കണ സമയത്ത് ഞങ്ങളുടെ ആയിരുന്നു ഫസ്റ്റ് ബാച്ച്. അങ്ങനെ തന്നെ ആ ഓഫീസർ വന്നുകൊണ്ട് പറയാണ്, അവർ ഇത്തിരി ഇൻസ്ട്രക്ഷൻസ് തന്നതാണെങ്കിലും നമുക്കതൊരു ഡീമോട്ടിവേഷൻ പോലെ ആയിരുന്നു. ഇൻസ്ട്രക്ഷൻസ് ഇത്രയേ ഉണ്ടായുള്ളൂ. എൻ്റെ ചെസ്റ്റ് നമ്പർ 104 ആയിരുന്നു. ഇവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ട്രാക്കിൽ ആരെങ്കിലും ഫൗൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫെയിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 104 നമ്പർ ഫൗൾ സ്റ്റാർട്ട് ചെയ്തു, ഇയാൾ ഫെയിലാണ് എന്ന രീതിയിൽ അയാളൊരു വർത്തമാനം പറഞ്ഞു. അപ്പം ഞാൻ, മാതാവേ, പകുതി ജീവനില്ലാതെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം 2 ടെസ്റ്റ് ഞാൻ പൊട്ടി, ഇതെൻ്റെ 3ാമത്തെ ടെസ്റ്റാണ്. ഇതിൽ നീ മിന്നിച്ചേക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ആ 100 മീറ്ററിൻ്റെ ട്രാക്കിൽ ഞാൻ ഓടാൻ നിന്നപ്പോൾ ഞാൻ ഒരു കാര്യമേ ആഗ്രഹിച്ചുള്ളൂ, ഈ ട്രാക്കിൽ ഞാനാണെങ്കിൽ ആ അപ്പുറത്തെ ട്രാക്കിൽ എൻ്റെ അമ്മയാണ് നിൽക്കുന്നത്. ഈ ട്രാക്കിൽ ഫസ്റ്റ് ഓടിക്കയറേണ്ടത് ഞാൻ തന്നെയാണ്. 17 സെക്കൻഡിൽ ഇതുവരെ ഗ്രൗണ്ടിൽ എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും കയറാത്ത ഞാൻ വിസിലടിച്ച ഉടനെ 15 സെക്കൻഡിൽ ഞാൻ അതവിടെ കവർ ചെയ്തു. അതുപോലെ തന്നെ ഷോർട്ട് പുട്ട്, ലോങ് ജമ്പ്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ എനിക്ക് അറ്റപ്പറ്റയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അവിടെ എൻ്റെ പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്യാനായിട്ട് അമ്മ എന്നെ ഒരുപാട് സഹായിച്ചിരുന്നു. 1 പത്രോസ് 1:7 പറയുന്ന പോലെ, അഗ്നിശോധനയെ അതിജീവിക്കുന്ന സ്വർണത്തേക്കാൾ നശ്വരമായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിനും അനുഗ്രഹത്തിലേക്കും നിങ്ങളെ നയിക്കും. ആ ഒരു വചനം എനിക്ക് അപ്പോൾ കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ തോന്നി. എൻ്റെ അമ്മ മാതാവ് അതെന്നെ കൊണ്ടടുപ്പിച്ചു. രണ്ടാമത് ഈ കഴിഞ്ഞ 15-ാം തീയതി ആയിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്ന ബീറ്റ് ഫോറസ്റ്റിൻ്റെ ടെസ്റ്റ്. അത് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു. അവിടെയും ഇതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, പത്രം കൊടുത്തു. ആ പത്രം അവിടെ ഇരുന്ന് വായിച്ചു. രാവിലെ ഞങ്ങൾ ടെസ്റ്റിന് പോയി. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, ഫയർ വുമൺ നീ എനിക്ക് തന്നിരിക്കുന്ന ഒരു ബോണസാണ്. ഞാൻ നിന്നോട് ചോദിച്ചത് ഈ ബീറ്റിൻ്റെ ടെസ്റ്റാണ്.
കാരണം 3 ടെസ്റ്റിൽ 2 ടെസ്റ്റും ഫെയിലായിട്ട് ഈ ഒരെണ്ണം കച്ചിത്തുരുമ്പാക്കി പിടിച്ചിട്ടാണ് ഞാൻ നിൻ്റെ പടി ചവിട്ടിയത്. അതിനിടക്കൂടെ നീ എനിക്കൊരു ബോണസ് തന്നതാണ് ആ ഫയർ വുമണിൻ്റെ ടെസ്റ്റ്. ഒന്നാമത്തെ കാര്യം, ഇതിന് ഒഴിവില്ല എന്നുള്ളത് വേറെ, ഒഴിവ് കുറവാണെന്നുള്ളത് വേറെ സത്യം. എന്നിരുന്നാലും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനൊരു മൂലയ്ക്ക് മാറ്റി വെച്ചിരിക്കുന്ന സാധനമാണ് അമ്മയുടെ ദൂതനെ വിട്ടും അമ്മയുടെ അനുഗ്രഹങ്ങൾ എനിക്ക് വേണ്ടി ചൊരിഞ്ഞും അത് മാറ്റിച്ചത്. അതിനമ്മയ്ക്ക് കോടാനുകൂടി സ്തുതിയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു നിമിഷത്തിൽ ആ ചോറ്റാനിക്കരയിൽ ഞങ്ങൾ ചെന്നു. ചോറ്റാനിക്കരയുടെ ഗ്രൗണ്ടിലും അടിപൊളിയായിട്ട് തന്നെ ആ ടെസ്റ്റ് പാസ്സാവാൻ പറ്റി. അപ്പം ഞാൻ മനസ്സിൽ നേർന്നതാണ്, അമ്മേ എനിക്ക് ഈ ടെസ്റ്റ് അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമേന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോളെ നിനക്ക് ജോലി ആയിട്ടില്ലല്ലോ, ജോലി കിട്ടിയിട്ട് പറഞ്ഞാൽ പോരെ. അപ്പം ഞാൻ പറഞ്ഞു ജോലി ഒക്കെ അവിടെ നിന്നോട്ടെ, കാരണം ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. ജോലിയും കാര്യങ്ങളൊക്കെ അമ്മ പിന്നീടാണ്. എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ആ കുട്ടി പറഞ്ഞു അവൾ കമ്മൽ പണയം വെച്ചിട്ടാണ് ആ യാത്ര, ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതെന്ന്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി അവിടെ നിർത്തിയപ്പോൾ അവളുടെ ഭർത്താവ് എന്നോട് പറഞ്ഞു, നീ കൃപാസന മാതാവിൻ്റെ വലിയ പുള്ളിയല്ലേ, ഈ ഒരു ലോട്ടറിക്കാരനെ കണ്ടു, ഈ ലോട്ടറിയിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം കണ്ണടച്ച് നീ എടുക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ കണ്ണടച്ചു. ആ നമ്പറൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ആ നമ്പർ ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തു. അതെന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയുമില്ല. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഇവളിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറയാണ്, അമ്മേ അവൾ കമ്മൽ പണയം വെച്ചിട്ടാണ് കേട്ടോ വന്നേക്കണേ, വലിയ തുകയൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും നീ ഒന്ന് സഹായിക്കണം. അന്ന് ബമ്പർ നറുക്കെടുക്കുന്ന സമയമായിരുന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എന്നെ വിളിക്കുകയാണ്, അശ്വതി എടുത്ത് തന്നെ ലോട്ടറി ടിക്കറ്റിൻ്റെ 1000 രൂപ ഞങ്ങൾക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ദിവസം മുഴുവനും ശരിക്കും പറഞ്ഞാൽ മാതാവ് എനിക്ക് വേണ്ടി തന്ന അനുഗ്രഹങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു ശരിക്കും ആ ദിവസം മുഴുവനും. അതുപോലെ തന്നെ ഈ ജെറമിയ 31:9 പറഞ്ഞ പോലെ തന്നെ, നീ എൻ്റെ മുന്നിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിൻ്റെ കണ്ണീരൊപ്പും. അത് എൻ്റെ കേസിൽ വളരെയധികം 100%, 110% സത്യമായിട്ടുള്ളൊരു വചനമായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മ എനിക്ക് പൊതിച്ചോറ് തന്നു വിടുമായിരുന്നു. ഞാനത് പാക്ക് ചെയ്ത് സർക്കാർ ആശുപത്രിയിലെ രോഗികൾക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു, അവരോട് സംസാരിക്കുമായിരുന്നു. ഇവിടുന്ന് തന്നയക്കുന്ന പത്രം വിശ്വാസ പ്രമാണവും മറ്റും ചൊല്ലി ഞാൻ അത് കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും, അമ്മേ ഞാൻ ക്രിസ്തുവിനെയാണ് കേട്ടോ കൈമാറുന്നത്, ഇത് ആര് മേടിച്ചാലും അമ്മേ അവരുടെ മുഖത്ത് സന്തോഷത്തോടു കൂടി അവരെ ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ പത്രം എല്ലാവർക്കും കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ ശാന്തി തീരത്ത് ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ വീട്ടിൽ ആരോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അവരുടെ ഡ്രസ്സ് അലക്കി കൊടുക്കുമായിരുന്നു, അവരുടെ നഖം വെട്ടി കൊടുക്കുമായിരുന്നു, അവരോട് 4 വാക്ക് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവരിപ്പോൾ ചോദിക്കും, അവരെൻ്റെ കയ്യിൽ ചുംബിച്ചിട്ട് ചോദിക്കും, മോളെ നീ ഇനി എന്നാ വന്നേന്ന് ചോദിക്കും. അപ്പോൾ അവർ എന്നോട് പറയും, കൃപാസനത്തിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഉപ്പും ഒരു തേനൊക്കെ മേടിച്ചിട്ട് തരണം കേട്ടോ, ഞങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും സാരമില്ല, കാരണം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഈ കുഞ്ഞു കാര്യങ്ങളാണ്. അത് മാതാവ് എന്നെ മുൻനിർത്തി ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു തന്നെ അവരോട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഒരുപാട് നാളായിട്ട് ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് അലഞ്ഞു. എപ്പോഴൊക്കെ വണ്ടിക്ക് വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ കാശ് മാറ്റി വെക്കട്ടെ, എനിക്ക് എപ്പോഴും ഓരോരോ രോഗം, ഹോസ്പിറ്റൽ കേസ് വന്ന് അതൊക്കെ തട്ടിമറിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ വീട്ടിൽ കൃപാസനം പത്രം കിടക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞു, മോളെ ഈ പ്രധാനമന്ത്രിയുടെ വനിതകൾക്കൊണ്ട വണ്ടി വിതരണം പകുതി വിലയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഫോം നീ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അമ്മയുടെ പത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു, അമ്മേ 2-3 പ്രാവശ്യം നമ്മൾ വണ്ടിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പൈസയൊക്കെ ഹോസ്പിറ്റലിൽ പോവാണ്, ഇത് നീ ആയിട്ട് മീഡിയേറ്റ് ചെയ്ത് തരേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ ആ ഫോം ഫില്ല് ചെയ്തിട്ട് ഞാൻ കൊണ്ടു കൊടുത്തു. ഇപ്പോൾ ഈ 2 ആഴ്ച മുന്നേ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു, വണ്ടി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു പൂവാണ് ഞാൻ അമ്മയോട് ചോദിച്ചത്, അമ്മ എനിക്കൊരു പൂക്കാലമാണ് തന്നത്, ഇതിന് ഞാൻ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ എൻ്റെ അമ്മ എൻ്റെ സമയം മൊത്തം ഷോർട്ടൺ ചെയ്ത് എന്നെ അതിനു വേണ്ടി സെറ്റാക്കി അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് എന്നെ അത് അടുപ്പിച്ച് വിജയിപ്പിച്ചതിന് അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അമ്മയോട് മാത്രമല്ല, തിരുക്കുമാരനോടും പരിശുദ്ധാത്മാവിനോടും പിതാവിനോടും വിശുദ്ധ മാലാകമാരോടും ജോസഫ് അച്ഛനോടും എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എപ്പോഴും ഞാൻ പറയണമെന്ന് വിചാരിക്കും, ജോസഫ് അച്ഛൻ എന്ന് പറയുന്നത് അമ്മ
നമുക്ക് തന്ന വലിയൊരു ഗിഫ്റ്റാണ് ശരിക്കും. അച്ഛൻ്റെ ഓരോ പ്രഭാഷണങ്ങൾ, ഓരോ ധ്യാനങ്ങൾ, ഉടമ്പടി ധ്യാനങ്ങൾ, അതുപോലെ ഉപവാസത്തിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ വിശന്നിരിക്കുമ്പോൾ മറ്റുള്ളവനെ ഊട്ടാനുള്ളൊരു മനസ്സ്, എല്ലാം ഈ അച്ഛൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് നല്ല കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇനിയും അച്ഛന് അതുപോലെ തന്നെ എല്ലാവരെയും ഉദ്ബോധിപ്പിക്കാനുള്ള വചനങ്ങൾ അമ്മ മാതാവ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്. എന്നെ മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും സങ്കടങ്ങളും എല്ലാം എൻ്റെ അമ്മ മാതാവ് ഏറ്റെടുക്ക് നിങ്ങളെ എല്ലാം ആ കൃപയ്ക്ക് ഇരയാക്കട്ടെ, എല്ലാവരുടെയും മേൽ അനുഗ്രഹം വർഷിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. 2-3 തവണ അമ്മ മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ആദ്യം തന്നെ ഉടമ്പടി എടുത്തിരിക്കുന്ന സമയത്ത് രാത്രി ഇതുപോലെ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ജെംസ് മിഠായിയുടെ ഒരു മലയുടെ മുകളിൽ നിന്ന് മാതാവ് ഇടിഞ്ഞു നിൽക്കുന്നതൊക്കെ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വളരെയധികം പേടിച്ച് വിറച്ച് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഓടിയൊരു സമയം ഉണ്ടായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് നമ്മളെ പേടിപ്പിക്കാനല്ല, നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ അമ്മ മാതാവ്, സഞ്ചാരി മാതാവ് എൻ്റെ സന്തത സഹചാരിയായിട്ട് എൻ്റെ ജീവിതകാലം മുഴുവനും ഇനി എൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാനിത് ചുരുക്കുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വിശുദ്ധ മാലാഖമാർക്കും എല്ലാവർക്കും കോടാനുകോടി സ്തുതി. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. കർത്താവിൽ പരിപൂർണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടുകൂടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. അശ്വതി ചന്ദ്രൻ എന്ന ഈ മകളുടെ ജീവിതത്തിൻ്റെ വിശ്വാസ വഴികളെയാണ് നമ്മോട് സാക്ഷ്യപ്പെടുത്തിയത്. അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള ജീവിതവും അതിൻ്റെ പരിശ്രമങ്ങളും, ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ആത്മീയമായ താല്പര്യങ്ങളും വളർച്ചയും അനുഗ്രഹങ്ങളുടെ പ്രവാഹങ്ങളെയുമാണ് മകൾ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഓരോ മകളുടെ വാക്കിലും നമ്മൾ കണ്ടെത്തുന്നത് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ്. പരിശുദ്ധമ്മയിൽ ആഴപ്പെട്ട് ശരണപ്പെടുന്ന ബോധ്യമുള്ള സാക്ഷ്യമാണ്. അതോടൊപ്പം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച നാളുകളിലൊക്കെയും വലിയ സംരക്ഷണവും സഹായവും പ്രാർത്ഥനാ നിയോഗങ്ങൾ വേഗത്തിൽ ഫലമണിയുന്നതിൻ്റെയും സാക്ഷ്യമാണ്. സുന്ദരമായിട്ട് മകളുടെ ജീവിതത്തെ, അതിൻ്റെ പ്രതിസന്ധികളെ, കടന്നുപോയ വലിയ ഭാരപ്പെട്ട ദിവസങ്ങളെ, പരിശുദ്ധമ്മയിലൂടെ നേടിയെടുത്ത അനുഗ്രഹങ്ങളെ ഒക്കെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് മകളുടെ വാക്കുകൾ വളരെ പ്രചോദനം നൽകുന്നതാണ്. കാരണം ഒരു അക്രൈസ്തവ മകളാണെങ്കിലും എത്ര സുന്ദരമായിട്ടാണ് ദൈവവചനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പ്രഘോഷിക്കുന്നത്, എത്ര സുന്ദരമായിട്ടാണ് പ്രാർത്ഥനയെയും ആത്മീയ ജീവിതത്തെയും നന്നായി നമ്മുടെ മുമ്പിൽ അടയാളപ്പെടുത്തി തരുന്നത്.